സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് പറയണേ. നസി ഓക്കെ അല്ലേ സൗണ്ട്? ഓക്കെയാണ്, ഓക്കെയാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഒരു രാത്രി നമുക്കെല്ലാവർക്കും ഇത്തരത്തിലൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഈ ആമുഖത്തിൽ നാസിസറോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ അറബി ഭാഷാ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം വിഷയങ്ങൾ കൂടി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ആവശ്യപ്രകാരം തന്നെ അത് നിർബന്ധമായിട്ട് നമുക്ക് ലഭിക്കണം. അതിലും ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന ആഗ്രഹത്താൽ പിന്നെ അഭ്യർത്ഥിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിക്കൊണ്ട് റിസൾട്ട് ആയിക്കൊണ്ടാണ് ശരിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സും ഒരുങ്ങിയിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ ഞാൻ കാണുന്നത് സ്ത്രീകളെയാണ്. എന്തായാലും ഇത്തരം വിഷയങ്ങളെ നമ്മൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കാനൊക്കെ തയ്യാറാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ അഭിനന്ദനാർഹമായ കാര്യമാണ്. അള്ളാഹു ആ നിലയ്ക്ക് നമ്മുടെയൊക്കെ വിജ്ഞാനത്തെ ഉയർത്തി നമുക്കും നമ്മുടെ മക്കൾക്കും സമൂഹത്തിനും ഒക്കെ ഉപകാരമുള്ള രൂപത്തിൽ അതിനെ പരിവർത്തിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പുതിയ ട്രെൻഡിനൊപ്പം ഒപ്പിച്ചു പോകുന്ന ഒരുപാടധികം ആളുകൾ അവരെ നമ്മൾ പല രൂപത്തിൽ പല കോലത്തിൽ കാണാറുണ്ട്. അവർ പറയുന്ന പല ന്യായങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോ നാസിയോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഒരു പിന്നെ പുതിയ ട്രെൻഡിനെ ഒപ്പിച്ച് മാത്രം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പലതിനെയും ന്യായീകരിക്കേണ്ടി വരും. സ്വന്തമായ മതപരമായ ചിഹ്നങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും അതിന്റെ അടിസ്ഥാനങ്ങളെ പോലും ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയും നമ്മൾ കാണാറുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് ലിബറൽ ആവണമെങ്കിൽ രണ്ട് രൂപത്തിൽ ലിബറൽ ആവാം. ഒന്ന് മതമില്ലാത്ത ലിബറലും ആവാം, രണ്ട് മതമുള്ള ലിബറലും ആവാം. അതെങ്ങനെയത്? ആ ഒന്ന് മതമില്ലാത്ത ലിബറൽ വളരെ എളുപ്പമാണ് അല്ലേ? മതമൊന്നും വേണ്ട, ദൈവമില്ല എന്ന് നിരാകരിച്ചു കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളത് എല്ലാം ചെയ്യാം, യാതൊരു അടിത്തറയും അടിസ്ഥാനവും വേണ്ട. എന്നാൽ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലിബറൽ ആവുന്ന അത്തരം ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ആളുകളെയും കാണാൻ കഴിയും. അവരുടെ ആഗ്രഹം, അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മതത്തിലുണ്ട്. ചിലപ്പോൾ അവർ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കല്യാണം കഴിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ അവസാനം ഖബറടക്കുമ്പോൾ പള്ളിക്കാട്ടിൽ ഒരു സ്ഥലം ഉണ്ടാവാൻ വേണ്ടി മാത്രമൊക്കെ മതം സ്വീകരിക്കുന്ന ആളുകൾ, കാനീഷുമാരി മുസ്ലിംസ് പറയാം അവരെ അല്ലെ, നാമമാത്രമായ മുസ്ലിങ്ങൾ. അവർക്ക് ഒരുപക്ഷെ അവരുടെ ആഗ്രഹം മതത്തിൽ ഉണ്ടാവണം, പേരും മറ്റൊക്കെ മതപരമായിട്ട് ഉണ്ടാവണം. പക്ഷെ അവർക്ക് പുതിയ കാലത്തിനോട് പിന്നെ അനുസരിച്ച് കാലം എങ്ങനെയൊക്കെ മാറുന്നോ, സമയം എങ്ങനെ മാറുന്നോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മതത്തിലും ചില മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ രണ്ടു കൂട്ടം ആളുകളും അവർ ഉന്നയിക്കുന്ന ഒരുപാട് വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വിസ്റ്റം സ്റ്റുഡൻസിന്റെയും ഒക്കെ പല ക്ലാസ്സുകളും പല പ്രോഗ്രാമുകളും, വിസ്റ്റം യൂത്തിന്റെ ഡയലോഗ് പ്രോഗ്രാം ഒക്കെ ഇത്തരം വിഷയങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. നമ്മള് പിന്നെ ഡയലോഗ് പ്രോഗ്രാം ഒരു വലിയ ഉദാഹരണമാണ്. പല ഭാഗങ്ങളിലായി നടന്ന ഒരു 9 ഡയലോഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇസ്ലാമിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്, മൊത്തത്തിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു സെലക്റ്റീവ് മുസ്ലിംസ് ആയിട്ട് മാറുന്ന അവസ്ഥ കാണാൻ കഴിയും. എന്റെ ഈ വിഷയം പ്രസക്തമാവുന്ന അവിടെയാണ്. സെലക്റ്റീവ് മുസ്ലിംസ് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കാലികമായി ചില സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് മുസ്ലിം ആവുക, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മുസ്ലിം ആവുക, അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ അണിഞ്ഞുകൊണ്ടും അവർക്ക് ഇഷ്ടമുള്ള ആചാരങ്ങൾ പാലിച്ചുകൊണ്ടും മാത്രം മുസ്ലിംസ് ആവുക എന്നതിനപ്പുറം ഇസ്ലാമിക പ്രമാണങ്ങളുടെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത രൂപത്തിലേക്ക് മാറുന്ന ആളുകളെ കാണാൻ കഴിയും. അവർ ഉന്നയിക്കുന്ന ഒരുപാട് വാദങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാദമാണ് ശാസ്ത്രമാത്രവാദം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സയന്റിസം അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദം ഒരു പൊളിച്ചെഴുത്ത് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പഠിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സംസാരം കേൾക്കുന്ന 32 ആളുകളും എല്ലാവരും കുറച്ചൊരു പഠനാർഹമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണണം. കഴിയുമെങ്കിൽ ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചില കാര്യം നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു ട്വിസ്റ്റിങ്ങും കൺഫ്യൂഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സയൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്, അതിന്റെ ചില വിഷയങ്ങളായതുകൊണ്ടാണ് ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ശാസ്ത്രമാത്രവാദം ഒരു പ്രശ്നമാണ് എന്നതാണ് ഈ ടൈറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പൊളിച്ചെഴുത്താണല്ലോ നടക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം മാത്രം മതി എന്ന വാദമാണ് പ്രശ്നമുള്ളത്. ശാസ്ത്രം ഒരു പ്രശ്നമാണോ? അല്ല. ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന വാദമാണ് പ്രശ്നം. ഈ ശാസ്ത്ര മാത്രവാദത്തിനെയാണ് സയന്റിസം എന്ന് പറയുന്നത്. സയന്റിസം, സയൻസ് എന്ന് വെച്ചാൽ ശാസ്ത്രം, സയന്റിസം എന്ന് വെച്ചാൽ ശാസ്ത്ര മാത്രവാദം, ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന ആ വാദം. നമുക്ക് ഓരോ വിഷയങ്ങളിലേക്കും വരാം. സയൻസ് എന്നാൽ, ഞാൻ ആമുഖമായിട്ട് പറയാണ്, പിന്നെ സയൻസ് എന്നാൽ എന്തോ ഭയങ്കര മോശം സാധനമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത എന്തോ വസ്തുവാണ് അത്, നമ്മൾ മുസ്ലിങ്ങൾ സയൻസുമായിട്ട് അത്ര ബന്ധം ഉണ്ടാവേണ്ട ആൾക്കാരൊന്നും അല്ല എന്നൊന്നും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്ന് ആമുഖമായിട്ട് പറയട്ടെ.
നമുക്കറിയാം നമ്മളെല്ലാവരും സയൻസിന്റെ ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. ഈ ഒരു ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും പിന്നെ സ്ക്രീൻ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഒക്കെ സയൻസിന്റെ ഒരു പിന്നെ ആകത്തുകയായിക്കൊണ്ടൊക്കെ ഉണ്ടായി വന്ന കുറെ സാധനങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെല്ലാം സയൻസ് ഉപയോഗിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനും ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അത് ഉൾക്കൊണ്ടും ജീവിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്നാൽ ഇതും നമ്മുടെ മതവും എങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ തുലനം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ. അപ്പോ സയന്റിസം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമുഖമായിട്ട് തന്നെ പറയാണ്, ചില ആളുകളുടെ ചില പിടിവാശികളാണ്, അല്ലെങ്കിൽ ചില ന്യായീകരണങ്ങളാണ്, അല്ലെങ്കിൽ ചില മറ സ്വീകരിക്കലാണ് സയന്റിസം. ഇങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാം. നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം, നേരത്തെ പറഞ്ഞില്ല, ഒരു ലിബറൽ ഇസ്ലാമിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില മറകളൊക്കെ അവർ സ്വീകരിക്കുന്ന, ചില അവർക്ക് ഇഷ്ടമുള്ള കാര്യം, തന്നിഷ്ടമായ ചില കാര്യങ്ങളെ ന്യായീകരിക്കുന്ന, ചിലതിനോടൊരു പിടിവാശിയുള്ള ഒരു സമീപനം മാത്രമാണ് സയന്റിസം. നമ്മുടെ ചോദ്യം, എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ വെച്ചാൽ ഈ ശാസ്ത്രമാത്രവാദികൾ, ശാസ്ത്രമാത്രവാദി എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അതിന് ഉത്തരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് സയൻസ് എന്നുള്ളതാണല്ലോ. സയൻസ് മാത്രം ശരിയാണെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഈ ആൾക്കാർ. അപ്പോൾ എന്താണ് സയൻസ് എന്ന് അറിയാം. സയൻസ് വെച്ചാൽ ഏത് വാക്ക് നമുക്ക് അറിയുണ്ടാവും. സയൻഷ്യ, SCIENTIA, സയൻഷ്യ എന്ന വാക്കിൽ നിന്നാണ് സയൻസ് ഉത്ഭവിച്ചത്. അതിന്റെ അർത്ഥം പറയുന്നത് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി. സയൻസിന്റെ ഡെഫിനേഷൻ ഞാൻ പറയാം കേട്ടോ, അതിന്റെ നിർവചനമാണ്: ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് തിയറീസ് എഗെയിൻസ്റ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ്. ഇതാണ് സയൻസിന്റെ ഒരു നിർവചനമായിട്ട് പറയാറുള്ളത്. ഇത് പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ശാസ്ത്രം എന്നാൽ അത് പിന്നെ ഇത് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ, ചില കാര്യങ്ങളുടെ അതിന്റെ സ്വഭാവത്തെ പറ്റിയും അതിന്റെ ഘടനയെ പറ്റിയും ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു വിഭാഗത്തിലാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്തിനൊക്കെ പഠിക്കുന്നത്? ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ്. ഇവിടെയുള്ള പദാർത്ഥ സംബന്ധമായ, ഭൗതികമായ, പ്രകൃതിപരമായ ഈ ഭൂമിയെ, ഈ ലോകത്തെ അത്തരം വിഷയങ്ങളെ പഠിക്കുന്ന ഒരു ശാഖയാണ് യഥാർത്ഥത്തിൽ സയൻസ്. എന്തിലൂടെ? ത്രൂ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, ടെസ്റ്റിംഗ്. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മളൊരു വസ്തുവിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട്, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട്, പരീക്ഷിച്ചുകൊണ്ട്, ടെസ്റ്റ് ചെയ്തുകൊണ്ട്, ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് യഥാർത്ഥത്തിൽ സയൻസ്. ഇത്രയേ ഉള്ളൂ സയൻസ്. ഇതാണ് സയൻസ്. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ കേട്ടതുപോലെ ശാസ്ത്രമാത്രവാദം എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഈ നിർവചനമുള്ള ഈ സയൻസ് ആണ് എല്ലാം, അറിവ് സമ്പാദിക്കാൻ സയൻസ് മാത്രം മതി, ഇതല്ലാത്ത ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ചില അപകടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അറിയേണ്ടത്, സയൻസിൻ്റെതായ ചില ഏരിയകളുണ്ട്. പക്ഷേ ഈ ആളുകൾ ചെയ്യണമെന്ന് വെച്ചാൽ സയൻസ് മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സയൻസിന്റെ അല്ലാത്ത ഏരിയകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എല്ലാം എന്ത് ചെയ്യണം? സയൻസിന്റെ തലയ്ക്ക് കൊണ്ടുവന്ന് വെക്കണം. സയൻസിന് ചെയ്യാൻ പറ്റാത്ത കാര്യം കൂടി സയൻസിന്റെ തലയിൽ വെക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രകൃതം ഇവരിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന വെച്ചാൽ പിന്നെ സയൻസിലൂടെ തന്നെ ഈ ഭൂമിയിലുള്ള അവർ പിന്നെ നോക്കിക്കാണുന്ന, അവർക്ക് പിന്നെ ഉത്തരം പറയേണ്ട എല്ലാം സയൻസിലൂടെ തന്നെ കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ സയന്റിസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സയന്റിസം പറയുന്ന, ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒന്ന് രണ്ട് ചിന്തകൾ. അവരുടെ തോന്നൽ എന്താ വെച്ചാല്, സയൻസ് മാത്രം മതി, ശാസ്ത്രം മാത്രം മതി എന്ന് ചിന്തിക്കുമ്പോൾ അവരാലോചിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചാലാണ് ഇന്നത്തെ കാലത്ത് ഒരു പുരോഗമനവാദിയായിട്ട് എനിക്ക് മാറാൻ കഴിയുള്ളൂ. ഞാൻ കുറച്ചൊക്കെ ഒരു പിന്നെ മോഡേൺ ആണ് എനിക്ക് തെളിയിക്കണമെങ്കിൽ ഇവിടെ സയൻസ് മാത്രമാണ് ശരി എന്ന് പറയണം. ഒരു സയൻസിന്റെ ആളായിട്ടൊക്കെ മാറിയാലാണ് ഇന്നത്തെ കാലത്ത് കുറച്ച് മോഡേൺ ആയി. ഈ ഒരു പോസ്റ്റ് മോഡേൺ 2025 ആയി. ഇനിയിപ്പോ പഴയ കാലത്ത് ഓരോ സാധനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര മോശമാണ്. സയൻസിന്റെ ആളായിട്ട് മാറിയാലാണ് എല്ലാവരും അംഗീകരിക്കപ്പെടുക. അങ്ങനെയുള്ള സയൻസിന്റെ അപ്പോസ്തലന്മാരായിട്ട് മാറി ഒരു ശാസ്ത്രത്തിന്റെ ആളുകളായിട്ട് മാറുമ്പോഴേ അംഗീകരിക്കപ്പെടൂ എന്ന ചിന്തയിലാണ് പലപ്പോഴും ഈ സയന്റിസത്തിന്റെ വളരെ ബാലിശമായ ചില വാദങ്ങളൊക്കെ വരിക. ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ജ്ഞാന സമ്പാദനത്തിന്റെ ഏക മാർഗം ശാസ്ത്രമാണ് എന്നാണ് ഇവരുടെ അടിസ്ഥാനം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വിജ്ഞാനം സമ്പാദിക്കുന്നതിന്റെ ഏക മാർഗം ശാസ്ത്രം മാത്രമാണ്. വേറൊന്നും വിജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗങ്ങളിൽ പെട്ടതല്ല എന്നാണ് ഇവരുടെ ഒരു വാദം. രണ്ടാമത്തെ കാര്യം പറയാറുള്ളത്, ചില ആളുകൾ പറയാറുള്ളത്, ഇതിന്റെ വിജ്ഞാനം സമ്പാദിക്കാനുള്ള ഏക മാർഗം എന്നല്ല, സയൻസ് ആണ് പ്രധാന മാർഗം. പക്ഷെ ബാക്കിയുള്ളതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വേറെ കുറെ മാർഗങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വരാം. അപ്പൊ അതൊക്കെ ഉണ്ട്, പക്ഷെ സ്വീകരിക്കാൻ പറ്റില്ല. സയൻസ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും. അത് ഇവരുടെ ചിന്ത വെച്ചാൽ സയൻസിലൂടെ തന്നെ എല്ലാം നടക്കണം എന്നതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ആത്യന്തികമായ ലക്ഷ്യം. ഇതിനു വേണ്ടി ചില ആളുകൾ പറയുന്ന ന്യായമാണ്, മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? പല ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മതം ഉപേക്ഷിക്കൂ മനുഷ്യനാവൂ. മതമുള്ള ആൾക്കാരൊന്നും മനുഷ്യനല്ലാന്ന്. മതം ഉണ്ടെങ്കിൽ അവർക്ക് ശാസ്ത്രബോധം ഉണ്ടാവില്ല. അവിടെ ശാസ്ത്രബോധം ഇല്ലാത്ത ആൾക്കാരൊന്നും മനുഷ്യന്മാരല്ല എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ പല വിദ്യാർത്ഥി സംഘടന അടക്കം വളരെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്, മതത്തിനെതിരെ ചിന്തിക്കാൻ. അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മതം പ്രശ്നമാണ്. എപ്പോഴാണ്? മതം ശാസ്ത്രത്തിന് അംഗീകരിക്കുന്നില്ലല്ലോ.
ശാസ്ത്രമാണ് എല്ലാം. അത് നിങ്ങൾ പറയണ്ടോ എങ്കിലും ഓക്കെ, നിങ്ങൾ പുരോഗമിക്കുന്ന ആൾക്കാരാണ്. അതല്ല നിങ്ങൾ ശാസ്ത്രമാണ് എല്ലാം എന്ന് പറയുന്നില്ലയോ, നിങ്ങൾ പ്രാകൃതരാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഇവരുടെ ലക്ഷ്യം രണ്ടു മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ വാദം ഉന്നയിക്കുന്ന ആളുകളെ അവരുടെ ലക്ഷ്യം നമ്മൾ അറിയണമല്ലോ, എന്നിട്ട് നമുക്ക് അവരെ പിന്നെ പൊളിച്ചെഴുതാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ ലക്ഷ്യം പറയാറുള്ളത്, ഇവര് അറിവിനെ അല്ലെങ്കിൽ വിജ്ഞാന സമ്പാദനത്തിനെ ഭൗതികതയിൽ തളച്ചിടുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ശാസ്ത്രത്തിന്റെ നിർവചനം എന്താ? അത് പിന്നെ ഭൗതികമായ പ്രപഞ്ചത്തെ ഇവിടെ നമ്മൾ കാണുന്ന കേൾക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തെ നിർവചിക്കാനും പഠിക്കാനും നിരീക്ഷിക്കാനുമാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചമാണ് ശാസ്ത്രത്തിന്റെ ഒരു ഏരിയ. ഇതല്ലാത്തൊരു പ്രപഞ്ചമല്ലേ? അഭൗതികമായ പ്രപഞ്ചം ഉണ്ടായിക്കൂടെ? അതിഭൗതികമായ ഒരു പ്രപഞ്ചം ഉണ്ടായിക്കൂടെ? ആ പ്രപഞ്ചത്തെ പറ്റി ഇവരൊന്നും മിണ്ടാതെ ഇവർ അറിവ് എന്നതിനെ ഈ ഭൗതികതയിൽ മാത്രം തളച്ചിടുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു പ്രശ്നം, ഇവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. കാരണം ദൈവത്തിൽ വിശ്വസിച്ചാൽ, ഇപ്പൊ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവരെന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ ശരി. അപ്പൊ ഇസ്ലാമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നിസ്കരിക്കണം, നോമ്പ് നോക്കണം, കുറെ കർമ്മങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. ഇപ്പൊ ചിലരൊക്കെ താടി വെക്കൽ സുന്നത്തായതും നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അങ്ങനെ കുറെ നിയന്ത്രണങ്ങളും ചെയ്യേണ്ട ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായവർ എന്ത് ചെയ്യാണ്? ദീന് സ്വീകരിക്കലാണല്ലോ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്താൽ മതി? അള്ളാഹു ഇല്ല എന്നിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? പുതിയൊരു ന്യായം ഉണ്ടാക്കിയെടുക്കുക. ആ ശാസ്ത്രം മാത്രം ചിന്തിക്കണം, ശാസ്ത്രത്തിന് അപ്പുറം വേറൊന്നും ആലോചിക്കാൻ പാടില്ല, അതല്ലാത്തൊന്നും അറിവല്ല. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറമാണ് ശരിക്കും എന്ത് വരുന്നത്? അഭൗതികമായ അള്ളാഹുവും മലക്കുകളും ഇതൊക്കെ ശാസ്ത്രത്തിന് അപ്പുറമാണ്, തെളിയിച്ച് കണ്ടെത്താൻ കഴിയാത്ത സാധനമാണ്. അതുകൊണ്ട് ശാസ്ത്രം മാത്രം അധികം ചിന്തിച്ച് എന്ത് പറ്റി? അള്ളാഹു ഇല്ലാന്ന് വിശ്വസിക്കുക, ഈ പണിയൊന്നും ചെയ്യണ്ട, ദീനിലേക്ക് അടുക്കണ്ട. നേരത്തെ ഞാൻ പറഞ്ഞ കാനേഷുമാരി മുസ്ലിംസ് ഉണ്ടല്ലോ, നാമമാത്രമായ മുസ്ലിംസ്, അവർ കണ്ടെത്ത ഒരു ന്യായമാണിത്. അപ്പൊ മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലർ അറിഞ്ഞിട്ടും കപടത കാണിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം പറയാം. യൂട്യൂബിൽ ഇപ്പൊ കുറച്ചായിട്ട് ഈ എക്സ് മുസ്ലിംസ് ആയ ആളുകളുണ്ടല്ലോ, പല പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരുടെ ചാനലൊക്കെ നമ്മൾ പോയി കണ്ടവർക്ക് റീച്ച് കൂട്ടണ്ട. ഒരു കഥയും ഇല്ലാത്ത, യാതൊരു അന്തവും ഇല്ലാത്ത കുറെ ആളുകൾ. അവർക്ക് യൂട്യൂബിൽ അവരുടെ റീച്ച് കൂടണം. അപ്പൊ എന്ത് ചെയ്യും? അവര് ഇസ്ലാമിനെ വിമർശിക്കും. അവര് ശാസ്ത്രത്തിന്റെ ആളുകളൊക്കെ ആയിട്ട് മാറി. അവരാണ് ഇവിടെ മൊത്തം സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കുന്നത്. സയന്റിഫിക് ടെമ്പർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആർട്ടിക്കിൾ 41 ഈ ആളുകൾക്ക് പറയാതാണ്. നമുക്ക് മുസ്ലിങ്ങൾക്കൊന്നും ഈ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ര. ശാസ്ത്രത്തിനോടൊരു പ്രതിബദ്ധത നമുക്കില്ല. ആ ശാസ്ത്രീയ ഈ ഒരു ടെമ്പർ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കാനാണ് ഇവരൊക്കെ പരിശ്രമിക്കുന്നതാണ് അവർ പറയാം. അവരിങ്ങനെ ശാസ്ത്രം ഇങ്ങനെ പ്രകടിപ്പിച്ച് അതിങ്ങനെ പ്രബോധനം ചെയ്ത് നടക്കാനുള്ള ആൾക്കാർ. അങ്ങനെയാണ് അവരെ സ്വയം വിശേഷിപ്പിക്കുക. ഈ എക്സ് മുസ്ലിംസ് ഒക്കെ അതിന്റെ ആൾക്കാരാണ്. അവരുടെ ഉള്ളിലുള്ള കപടത മറയ്ക്കാനാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രമാത്രവാദം പറയുന്നത്. അപ്പോ ഇതിലൂടെ അറിവല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ശാസ്ത്രം എന്താണോ അത് മാത്രമാണ് അറിവ്, അതല്ലാത്തൊന്നും അറിവേ അല്ല എന്നാണ് ഈ ശാസ്ത്രമാത്രവാദികൾ പറയുന്നത്. ഇനി വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമാണോ എങ്കിൽ അത് ഒരു അറിവാണ്. എന്തൊരു സാധനം ഒരു അറിവാണെങ്കിൽ അത് ശാസ്ത്രീയമാവണം എന്നാണ് ഇവർ പറയുന്ന വേറെ രീതി. നമ്മൾ അറിയേണ്ടത്, ശാസ്ത്രം വശം എന്തൊക്കെയുള്ളത്? ശാസ്ത്രീയ നമ്മൾ സയൻസ് ആണല്ലോ അല്ലെ? ശാസ്ത്രം, മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം ഒരു ശാസ്ത്രമാണ് അല്ലെ? അതുപോലെ ലിറ്ററേച്ചർ, ഇതൊക്കെ ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായ പിന്നെ ഒരു വശമുണ്ട്. ഭൗതിക ശാസ്ത്രം, നമ്മൾ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, ഇതൊക്കെ ഓരോ ശാസ്ത്രീയമായ ശാഖകളാണ്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത്. ഇപ്പോ ഫിസിക്സ് എന്നത് അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ സയൻസ്, ഇതൊക്കെ ഒരു വേ ഓഫ് നോളജ് ആണോ? ജ്ഞാനം അറിയാനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണോ അത്? അല്ല, അല്ലെ? നമുക്കറിയാം ഇതൊക്കെ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ചില ശാസ്ത്രീയമായ ശാഖകളാണ് ഇതൊക്കെ, അല്ലെ? അത് ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി എന്നാണ് നമ്മൾ പറയാം. ആ പറയുന്ന പഠിക്കുന്ന ആ പഠനത്തിന്റെ ഒരു ഫീൽഡാണ് ശരിക്കും ഈ പറഞ്ഞ പല വിഷയങ്ങളൊക്കെ. അപ്പോ നമ്മുടെ ചോദ്യം ഇതാണ്, പിന്നെ വേ ഓഫ് നോളജ് എന്താണ്? നമുക്ക് ഒരു വിഷയം ശാസ്ത്രീയമായിട്ടോ അല്ല, നമുക്കിത് ഒരു വിഷയത്തെ നമ്മൾ പഠിക്കാനുള്ള അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ചോദ്യം. ഈ ശാസ്ത്രമാത്രവാദികൾ എന്താ പറയാ? ശാസ്ത്രം മാത്രമാണ്, ഇതല്ലാത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്, ശാസ്ത്രം മാത്രമാണോ, അല്ലാത്ത എന്തൊക്കെയാണ് വേ ഓഫ് നോളജ്? ശാസ്ത്രം എന്നുള്ളതിനെ ഒരു വേ ഓഫ് നോളജ് ആയിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പറ്റുമെന്ന് തന്നെ ഉത്തരം അല്ലേ? പക്ഷെ അത് മാത്രമാണോ എന്നുള്ളതാണ്, അവർ പറയുന്നത് മാത്രമാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാണ്. ഓക്കെ, വേ ഓഫ് നോളജ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഗതി നമുക്കൊരു അറിവ് നേടാനുള്ള ഒരു മാർഗമാവണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യുക? അത് അതിനെ തീരുമാനിക്കപ്പെടേണ്ടത് ആരാണ്? ശാസ്ത്രമാണോ? അത് അറിവ് നേടാനുള്ള മാർഗമാണോ തീരുമാനിക്കേണ്ടത്? അല്ല, ശാസ്ത്രവും ഒരു അറിവ് നേടാനുള്ള മാർഗമായിരിക്കെ ശാസ്ത്രമല്ലല്ലോ അതിനെ പറയേണ്ടത്. അതിനെ പറയുന്ന ഒരു ശാഖയുടെ പേരാണ് അറിവ്. ഈ അറിവിനെ ഡിഫൈൻ ചെയ്യേണ്ട ഒരു ശാഖയുടെ പേരാണ് എന്ത്? ഫിലോസഫി. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഇത്തരത്തിൽ തത്വശാസ്ത്രപരമായി പറയുന്ന ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അറിവ് നേടാൻ ഉള്ള മാർഗങ്ങളെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. അറിവ് നേടാൻ കുറെ മാർഗങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഫിലോസഫിയാണ്. ഫിലോസഫിക്ക് കുറെ ബ്രാഞ്ചുകളുണ്ട്. ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. മെറ്റാഫിസിക്സ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, എസ്തെറ്റിക്സ് ഉണ്ട്. അറിയണം, മെറ്റാഫിസിക്സ് അഭൗതികമായ ജ്ഞാനം. അതുപോലെ തന്നെ എസ്തെറ്റിക്സ് എന്ന് വെച്ചാൽ സൗന്ദര്യശാസ്ത്രം. എത്തിക്സ് നമ്മുടെ ധാർമ്മികത എന്ന വിഷയങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ എപ്പിസ്റ്റമോളജി ഉണ്ട്, ജ്ഞാനശാസ്ത്രം. ഇതൊക്കെ ഈ
ഫിലോസഫിയുടെ പല ബ്രാഞ്ചുകളുമാണ്. അപ്പൊ ഈ ഫിലോസഫിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വേ ഓഫ് നോളജിനെ, അല്ലെങ്കിൽ നമുക്ക് വിജ്ഞാനം ആർജിക്കാനുള്ള മാർഗങ്ങളെ പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ വിജ്ഞാനം ആർജിക്കാനുള്ള ചില മാർഗങ്ങളാണ്. മെറ്റാഫിസിക്സ് ആയിക്കോട്ടെ, പിന്നെ ധാർമ്മികത ആയിക്കോട്ടെ, പിന്നെ എസ്തെറ്റിക്സ്, നമ്മുടെ സൗന്ദര്യശാസ്ത്രം ആയിക്കോട്ടെ, ഈ എപ്പിസ്റ്റമോളജി ആയിക്കോട്ടെ, ഇതൊക്കെ പല മാർഗങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ എപ്പിസ്റ്റമോളജിക്ക് നമ്മൾ വരുന്നത്, അതായത് ജ്ഞാനശാസ്ത്രം, എപ്പിസ്റ്റമോളജിയുടെ നമ്മൾ എന്ത് ചെയ്യാം? പല മാർഗങ്ങളെയും നമുക്ക് ജ്ഞാനം അവലംബിക്കാനുള്ള, അല്ലെങ്കിൽ വിജ്ഞാനം സ്വീകരിക്കാനുള്ള അതിനുള്ള മാർഗങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്ന ഒരു ഫിലോസഫിയിൽ ഒരു ശാഖയാണ് എന്ത്? എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജിക്കലി നമുക്ക് അറിവ് നേടുന്നതിനുള്ള 4 പ്രധാന വഴികളാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കിടക്കണം, ഇതാണ് നമ്മുടെ ഒരു ബേസ്. നമുക്ക് അറിവ് നേടാൻ പിന്നെ ശാസ്ത്രം മാത്രമാണോ എന്നതിനുള്ള ഉത്തരമാണ് അല്ല. വേറെ ഏതൊക്കെയാണ് അറിവ് നേടാനുള്ള മാർഗം? 4 മാർഗങ്ങളാണ്. ഒന്ന് ഇൻറ്റ്യൂട്ടിവിറ്റി ആണ്. ഇൻറ്റ്യൂഷൻ നമ്മൾ പറയും, അതായത് അവബോധജന്യമായി നമുക്കുണ്ടാവുന്ന ജ്ഞാനങ്ങൾ. മലയാളത്തിൽ അങ്ങനെ പറയാം, ഇത് മനസ്സിലായെന്ന് അറിയില്ല. ഇൻറ്റ്യൂറ്റിവിറ്റി എന്ന് വെച്ചാൽ അവബോധജന്യമായി നമുക്ക് ഒരാളും പഠിപ്പിച്ചു തരേണ്ടാത്ത രൂപത്തിൽ നമുക്ക് തന്നെ സ്വയം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു, ആവശ്യമുള്ളവരെല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടെന്നും കരുതുന്നു. ഓക്കെ, പിന്നെ അവബോധജന്യമായ ഞാനെന്ന് വെച്ചാൽ, ഞാൻ ഞാൻ ഷഹബാസ്, ഞാൻ ചിന്തിക്കും, ഞാനൊരു വസ്തു, ഒരാളുണ്ടല്ലോ അല്ലെ. ഇതിപ്പോ എന്നോട് ആരും ഇപ്പോ ശാസ്ത്രീയമായിട്ട് പരീക്ഷ തിരിച്ച് കണ്ടുപിടിക്കുന്ന സാധനമല്ലല്ലോ ഞാൻ എന്നുള്ളത്. ഇതെനിക്ക് അവബോധജന്യമായിട്ട് എനിക്ക് സ്വയമേ തോന്നുന്നതാണ്. എന്ത്, ആരും പഠിപ്പിച്ചു തരാത്ത രൂപത്തിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു അല്ലെ. അതിനിപ്പോ പിന്നെ ഇന്ന് ചരിത്രത്തിന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ചായ കുടിച്ചിരുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന, നമുക്ക് സ്വമേധയാ അറിയുന്ന ചില കാര്യങ്ങളാണ്. ഇൻറ്റ്യൂഷനായി നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലാത്ത, അതായത് അൺടോട്ട് ആയിക്കൊണ്ട് ആരും നമുക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലാത്ത, ഒരു കൾച്ചറൽ അല്ലാത്ത ചില കാര്യങ്ങളാണ് ഈ ഇൻറ്റ്യൂറ്റീവ് ചില. അത് എല്ലാ കൾച്ചറിനും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഞാനുണ്ട് എന്ന തരത്തിലുള്ള ബോധങ്ങൾ, ഇൻറ്റ്യൂഷൻ. ഇതാണ് അറിവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗം. സ്വമേധയാ, നമ്മൾ ഫിത്രത്ത് എന്നൊക്കെ പറയാലോ, സ്വമേധയാ നമുക്ക് തോന്നുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അവബോധ ജ്ഞാനമാണ് എന്ത്? ഇൻറ്റ്യൂഷൻ. ഇതാണ് ജ്ഞാന സമ്പാദനത്തിലുള്ള ഒന്നാമത്തെ മാർഗം. ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലെ. രണ്ടാമത്തെ മാർഗം എന്നുള്ളത് അത് എംപിരിക്കൽ ആയിട്ടുള്ള, ഈ ശാസ്ത്രമാത്രവാദികൾ പറയുന്ന പോലെ പിന്നെ എന്ത്, ഒബ്സർവേഷനിലൂടെ, നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ ഒരു മാർഗം. എന്താണ്? ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത് അറിവ് സമ്പാദിക്കാനുള്ള മാർഗം. അറിവ് സമ്പാദിക്കുന്ന മാർഗങ്ങൾ പറയുന്നത്, ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, വെള്ളം സ്റ്റവിൽ കൊണ്ടുപോയി വെച്ചു, ചൂടാക്കിയപ്പോൾ ആദ്യം ഒരു 10 ആയി, 20 ഡിഗ്രി ആയി, 50 ഡിഗ്രി ആയി, 60 ഡിഗ്രി ആയി, 90 ഡിഗ്രി ആയി, അവസാനം 100 ഡിഗ്രി ആയപ്പോൾ വെള്ളം തിളച്ചു അല്ലെ. നമ്മളിത് കാണുകയാണ്, നമ്മളിത് പരീക്ഷിച്ചറിയാണ്. അപ്പൊ നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. എന്താണ്? ആ 100 ഡിഗ്രിയിൽ വെള്ളം തിളപ്പിച്ചാൽ അതെന്ത് ചെയ്യും? വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ അത് തിളയ്ക്കും. അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ശാസ്ത്രീയമായ നിഗമനത്തിലേക്ക് എത്തി. അപ്പൊ ഇത് ഒരു മാർഗമാണ് അല്ലെ. എന്ത്, അറിവ് സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് എന്ത്? ഇത്തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ, അതിന് എംപിരിക്കൽ നോളജ് എന്നാണ് പറയാം. ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ഇൻറ്റ്യൂഷൻ, സ്വമേധയാ നമ്മുടെ അവബോധ ജ്ഞാനം. രണ്ട്, ശാസ്ത്രീയമായി പരീക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ ജ്ഞാനങ്ങൾ. മൂന്നാമത്തെ ഒരു ടൈപ്പ് ജ്ഞാനമാണ് ലോജിക്കൽ അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയാം, ഞാൻ 2 സെന്റൻസുകൾ പറയാം, അതിൽ നമ്മൾ ആലോചിച്ചെടുത്താൽ മതി. എല്ലാ മനുഷ്യരും മരിക്കും. സെന്റൻസ് 1. സെന്റൻസ് 2, ഷഹബാസ് ഒരു മനുഷ്യനാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കാം? എല്ലാ മനുഷ്യരും മരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഷഹബാസ് ഒരു മനുഷ്യനാണ്. അപ്പോ ഷഹബാസും മരിക്കും. അതതിന്റെ ലോജിക്ക് അല്ലെ. ഇങ്ങനെ ലോജിക്കലി നമ്മൾ ആലോചിക്കുന്ന, ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ലോജിക്കൽ തിങ്കിങ് എന്ന മൂന്നാമത്തെ ഒരു ജ്ഞാന സമ്പാദന മാർഗമായിട്ട് കാണുന്നത്. ഒന്ന് ഇൻറ്റ്യൂഷൻ, സ്വമേധയാ അവബോധം നമുക്ക് ഉണ്ടാവുന്നത്. 2 ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഒബ്സർവേഷനിലൂടെ. 3 ഈ പറഞ്ഞതുപോലെ ലോജിക്കലായി തിങ്ക് ചെയ്തുകൊണ്ടുള്ള കാര്യം. നാലാമത്തെ ഒരു മാർഗം കൂടി ഉണ്ട്. അതെന്താണ്? ടെസ്റ്റിമോണിയൽ ആയിക്കൊണ്ട്, ഒരു അതോറിറ്റിയെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു പ്രൂഫ് നമുക്ക് ഓൾറെഡി വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യം. അതാണ് നാലാമത്തെ നമ്മുടെ എവിഡൻസ്. മനസ്സിലായോ? ഇപ്പോ ചരിത്രം നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? പിന്നെ ആദ്യം പറഞ്ഞ 3 മാർഗത്തിലൂടെ ചരിത്രം നമുക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കും നമ്മള്. പിന്നെ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? അവബോധ ജ്ഞാനം. കുറച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാവും എന്ത്, ചരിത്രത്തിനെ പറ്റിയിട്ട് അല്ലെ. അത് ചെറിയൊരു ഭാഗം അതിൽ വരും. രണ്ടാമത്തെ, ശാസ്ത്രീയമായ പരീക്ഷണങ്ങളോട് നമുക്ക് ചരിത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. മൂന്നാമത്തത്, ലോജിക്കലായി കുറെ ആലോചിച്ചുണ്ടാക്കിക്കൊണ്ട് ചരിത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ചരിത്രത്തിന് എന്ത് വേണം? അതിന്റെ പാഠപുസ്തകങ്ങൾ വേണം, അതിന്റെ സ്ക്രിപ്റ്റേഴ്സ് വേണം, ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ വേണം. അപ്പോൾ ചരിത്രം എന്താ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ടെസ്റ്റിമോണിയൽ ആയിക്കൊണ്ടുള്ള ഈ അവസാനത്തെ ജ്ഞാനമാർഗത്തിലൂടെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ ഈ 4 ജ്ഞാനമാർഗങ്ങളിലൂടെയാണ് എല്ലാ നിലയ്ക്കുമുള്ള പിന്നെ ജ്ഞാനം അവലംബിക്കാനുള്ള, നമുക്കൊരു വിജ്ഞാനം സമ്പാദിക്കാനുള്ള വഴികൾ പിന്നെ അടങ്ങിയിട്ടുള്ളത്. ഈ 4 വഴിയിലൂടെ എല്ലാ പിന്നെ ശാഖകളും ഉള്ളൂ. സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, മറ്റേതെല്ലാം ആവട്ടെ, എല്ലാം ഈ 4 മാർഗത്തിലൂടെ ഉള്ളത്. ഓക്കെ, അത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇപ്പോ പലപ്പോഴും ചില കുട്ടികൾ നമ്മൾ പിന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ സ്വർഗമൊക്കെ ഉണ്ടോ?
സ്വർഗവും നരകമൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ ഇല്ലാന്നാ വിശ്വസിക്കുന്നത്. ഒരു കുട്ടി പറയാനുണ്ടോ? അപ്പോ തിരിച്ചാ കുട്ടിയോട് ചോദിക്കുന്നത് പിന്നെ അല്ല അതെന്താ അങ്ങനെയൊക്കെ പറയണത്, സ്വർഗം നരകം ഇല്ലാന്നൊക്കെ പറയണത്? അപ്പൊ കുട്ടി പറയും, സ്വർഗം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്തൊന്നും ഞാൻ വിശ്വസിക്കൂല. കുട്ടി പറയുന്ന ഒരു വാദാണ്. അപ്പൊ അവനോട് തിരിച്ചു ചോദിച്ചു, അല്ലടാ നീ ദുബായ് കണ്ടിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞ ദുബായ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ദുബായ് ഇല്ലേ എന്ന് ചോദിച്ചാൽ അവൻ എന്താ പറയാ? അല്ല ദുബായ് കണ്ടോരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏയ് ദുബായ് കണ്ടോരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ദുബായ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു എന്നാ പറയാ. ഈ ചോദ്യം കേട്ടപ്പോ നമ്മൾ തിരിച്ചു അവൻ ചോദിക്കുക, പിന്നെ പിന്നെ നിങ്ങൾ സ്വർഗം കണ്ടോരെ കണ്ടിട്ടുണ്ടോ? എന്നാ ഞാൻ വിശ്വസിച്ചോളാം. സ്വർഗം ഉണ്ട് നിങ്ങൾ പറയണ്ടല്ലോ. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ പിന്നെ നേരിട്ട് എനിക്ക് കാണിച്ചു തരണം സ്വർഗം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വർഗം കണ്ടോരെ എനിക്ക് കാണിച്ചു തരണം, എന്നാ ഞാൻ വിശ്വസിച്ചോളാം. ഈ ചോദ്യം കേൾക്കുമ്പോഴേക്കും പലപ്പോഴും പല കുട്ടികളൊക്കെ ഉത്തരം മുട്ടി, അയ്യോ ഈ ഒരു ചോദ്യമായല്ലോ, ആകെ കുടുങ്ങിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. പക്ഷെ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കേണ്ടത്, ഇത് വളരെ ബാലിശമായ ഒരു ഫിലോസഫിക്കൽ ചോദ്യമാണ് ഈ ചോദിച്ചത് അല്ലേ. കുട്ടി ആദ്യം ചോദിച്ചത് എന്താ? പിന്നെ സ്വർഗം കണ്ടവരാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അല്ലെ, ആദ്യം എന്താ പറഞ്ഞു? നേരിട്ട് കാണിച്ചു തരണം അല്ലേ. അപ്പൊ കാണിച്ചു തന്നാൽ വിശ്വസിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതിലെ നാല് കാര്യത്തിൽ ഏതിലേ വരാം? നമ്മൾ ആലോചിച്ച് നോക്കൂ. വിജ്ഞാനം സമ്പാദിക്കാനുള്ള നാല് മാർഗത്തിൽ ആദ്യം അവബോധ ജ്ഞാനാണോ? അല്ല. രണ്ടാമത്തെ ഒബ്സർവേഷനിലൂടെ കാണുന്ന ജ്ഞാനമാണോ? അതെ അല്ലെ. അവൻ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത്, സ്വർഗം കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത്, അവൻ ആദ്യം പറഞ്ഞ ന്യായം എന്താണ്? ഞാൻ കണ്ടാലേ വിശ്വസിക്കും. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ മാർഗം അവൻ ഉപയോഗിച്ചു. ജ്ഞാനം സമ്പാദിക്കാനുള്ള രണ്ടാമത്തെ മാർഗം ഉപയോഗിച്ചു. എന്താണ്? ഞാൻ സ്വർഗം കണ്ടാലേ വിശ്വസിക്കൂ, നിരീക്ഷണത്തിലൂടെ പരീക്ഷണത്തിലൂടെ കണ്ടാൽ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പൊ അവനോട് പിന്നെ ഇട പറഞ്ഞതാണ്, അപ്പൊ ദുബായ് കണ്ടോ? ഇല്ല. ദുബായ് കണ്ടവരെ ഞാൻ വിശ്വസിക്കും. സ്വർഗം കണ്ടവരുണ്ടോ അവരെ ഞാൻ വിശ്വസിക്കാൻ പറഞ്ഞത്. അപ്പൊ അത് ഏതാണ് അവൻ പറയുന്ന ന്യായം? രണ്ടാമത് പറയുന്ന ന്യായം ഏതാണ്? ഇതിലെ നാലാമത്തെ മാർഗമാണ് അല്ലെ, ടെസ്റ്റിമോണിയിലായിക്കൊണ്ടുള്ള എവിഡൻസുകൾ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നുള്ള എവിഡൻസുകൾ, പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് അല്ലെ. നമുക്ക് വിശ്വാസമുള്ള പ്രൂഫുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. നേരത്തെ പറയല്ലേ, ഹിസ്റ്ററി, ചരിത്രം, ഇതൊന്നും മനസ്സിലാക്കുന്നത് എങ്ങനെ? വിശ്വസനീയമായ പ്രൂഫ് നമുക്കുള്ളതുകൊണ്ട്. അപ്പോ ഈ കുട്ടി ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ സാധനമാണെങ്കിൽ പോലും അതിന് ഫിലോസഫിക്കൽ ഈ നാല് മാർഗത്തോടെ നമ്മളൊക്കെ ഇട്ട് കറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഉത്തരം ഇതിലുണ്ട്. കാരണം സ്വർഗമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് തിരിച്ചു പറയാൻ കഴിയും അല്ലെ. ടെസ്റ്റിമോണിയൽ ആയിക്കൊണ്ടുള്ള ഒരു എവിഡൻസ് സ്വർഗത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്താ ടെസ്റ്റിമോണിയൽ എവിഡൻസ് സ്വർഗത്തിന്റെ? നമുക്കറിയാം, സ്വർഗം എന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം പോവാം അല്ലെ. ആരാ പഠിപ്പിച്ചു തന്നത്? 40 വർഷക്കാലം, നുബുവത്തിന് മുമ്പുള്ള 40 വർഷക്കാലം ഒരിക്കൽ പോലും നുണയോ കളവോ കാണിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത അൽ അമീൻ എന്ന് വിശ്വസിക്കപ്പെട്ട ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നു സ്വർഗം ഉണ്ടെന്നുള്ളത്. ആ പ്രവാചകൻ നുബുവത്തിന് മുമ്പോ ശേഷമോ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ പ്രവാചകൻ അത്രമേൽ സത്യസന്ധനായ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആ പ്രവാചകൻ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ചില ചോദിക്കും, അതിപ്പോ എന്താ ശരി, പ്രവാചകനെ പറഞ്ഞത് എന്താ തെളിവ് അല്ലെ? അതിനാണ് നമുക്ക് ഹദീസുകൾ ഉള്ളത്. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചരിത്രത്തിൽ ഇതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം തന്റെ ജീവിതത്തെ കൃത്യമായി ഒപ്പിയെടുത്ത, പ്രവാചകൻ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും മൗനവും, പ്രവാചകന്റെ ഇരുത്തവും നടത്തവും കിടത്തവും അനക്കവും അടക്കവും എല്ലാം, പ്രവാചകന്റെ A to Z കാര്യങ്ങളെ രേഖപ്പെടുത്തപ്പെട്ട, കൃത്യപ്പെടുത്തപ്പെട്ട രേഖകൾ ഇന്നും നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രവാചകന്റെ രേഖകൾ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള അതിന്റെ നാൾ വഴികൾ നമുക്ക് ലഭ്യമാണ് അല്ലെ. ഇത് മാത്രമാണോ? ലോകത്ത് ഒരു വ്യക്തിക്കും ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത പ്രവാചകനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചു. അത്തരം ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നതിനുമപ്പുറം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഹദീസ് അല്ലെ, ഉസൂലുൽ ഹദീസുകൾ പോലും എങ്ങനെയാണ് ഈ വിജ്ഞാനത്തെ നമ്മൾ ഈ വിജ്ഞാനത്തെ എങ്ങനെ നോക്കിക്കാണാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഉസൂലുൽ ഹദീസ് പോലും ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. അതിന് വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും പണ്ഡിതന്മാരും അവൈലബിൾ ആണ്. കാണിച്ചു നോക്കണം. ലോകത്ത് ഇത്രമേൽ റെക്കോർഡ് ചെയ്യപ്പെട്ട, ഇത്രമേൽ മനോഹരമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയും ലോകത്ത് വേറെ ആരുമില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലെ. അപ്പോ ഈ പറഞ്ഞ എവിഡൻസുകളിൽ നാലാമത്തെ എവിഡൻസ്, വിശ്വസനീയമായ സോഴ്സുകൾ നമുക്കുണ്ടോ അതിന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് ആരെയാണ്? ഇത്രമേൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട, ഇത്രമേൽ പരിപാവനമായി തന്റെ ജീവിതം നയിച്ചിട്ടുള്ള, അത്രമേൽ സത്യസന്ധനായ ഒരു വ്യക്തി പറഞ്ഞ ഒരു വിഷയം അത് സത്യമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം അല്ലെ. വേറൊരു തെറ്റുമേലും കാണാൻ കഴിയില്ല. ഇതാണ് ആ കുട്ടിയോട് പറയാനുള്ള മറുപടി. സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചതിന് അത് റസൂലാണ് പറഞ്ഞത്. ആ റസൂൽ ഈ പറഞ്ഞ എവിഡൻസ് നാലാമത്തെ എവിഡൻസാ. നീ പറഞ്ഞ ദുബായ് കണ്ടവരെ വിശ്വസിക്കുന്നു പറഞ്ഞല്ലോ, ദുബായ് കണ്ടവരെ വിശ്വസിക്കുന്നു പറഞ്ഞല്ലോ, അതേപോലെയാണ് റസൂൽ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമേൽ സത്യസന്ധമാണെന്ന്. ആ ദുബായ് പറഞ്ഞ് ഇപ്പൊ കണ്ടു എന്ന് പറയുന്ന വ്യക്തി നുണ പറയുന്നത് നമുക്കറിയില്ല. എന്നാൽ റസൂലിനെ പറ്റി അങ്ങനത്തെ ഒരു ആരോപണവും ഇല്ലാത്ത, അത്രമേൽ സൂക്ഷ്മമായ ആ റസൂലിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമുക്ക് തിരിച്ചു പറയാൻ കഴിയും. ഓക്കെ, ഞാൻ ഇതിന്റെ ഒരു പ്രായോഗിക ഉദാഹരണമാണ് പറഞ്ഞത്. നമുക്ക് സയന്റിസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഈ സയന്റിസം പറയുന്ന ആളുകളൊക്കെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ പഠിപ്പിക്കണമെന്ന് അവരാരും പറയുന്നില്ല. ശാസ്ത്രം പറയണില്ല. ശാസ്ത്രം കൊണ്ട് ദൈവത്തെ പഠിപ്പിക്കണമെന്ന് ശാസ്ത്രം ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആരാ പറയണത്? സയന്റിസ്റ്റുകളല്ല, സയന്റിസം ബാധിച്ച ആളുകൾ, ശാസ്ത്രത്തെ പഠിക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മളൊക്കെ ശാസ്ത്രത്തിലെ വിദ്യാർത്ഥികളാണ് അല്ലെ. മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ആളാണ് ഞാൻ.
അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് പറയാൻ ശാസ്ത്രം, ഞാൻ പഠിച്ച ശാസ്ത്രമാണ്, അതുകൊണ്ട് ഇതുകൊണ്ട് ദൈവത്തെ ഇതിലൂടെ കണ്ടെത്തണം എന്ന് ഞാൻ പറയുമോ? ഇല്ല. സയൻസ് പഠിക്കുന്ന ആരും പറയുന്നത് ശാസ്ത്രം എന്നത് ദൈവത്തെ കണ്ടെത്തുന്ന സാധനമൊന്നുമല്ല, അതിന് വേറെ വല്ല വഴി നോക്കണമെന്ന് പറയും. പക്ഷെ ഇവരെന്താ പറയണത്? ഈ മാർഗത്തിലൂടെ നിങ്ങൾ ദൈവത്തെ കണ്ടെത്താൻ പറ്റൂ. ഇങ്ങനെ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ദൈവം തെളിയിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ദൈവത്തെ തെളിയിച്ചോ എന്ന് പറയുന്ന ഒരു രൂപമാണ് അവർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സയന്റിസം എന്നത്, ശാസ്ത്രം മാത്രമാണ് അറിവ് സമ്പാദിക്കാനുള്ള മാർഗം എന്നത്, അത് തന്നെ സയന്റിഫിക്കായിട്ട് ശരിയല്ല. ശാസ്ത്രം മാത്രമാണ് അറിവ് സമ്പാദിക്കാനുള്ള മാർഗം എന്നത് സയന്റിഫിക്കായിട്ട് ശരിയല്ല. എങ്ങനെ സയന്റിഫിക്കായിട്ട് ശരിയാവാം? ഒരു വ്യക്തി ഒരു സംഗതി സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ശരിയാണെങ്കിൽ എന്ത് വേണം? അത് പരീക്ഷണം നിരീക്ഷണം ഒക്കെ നടത്തി ലാബിൽ കൊണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ എല്ലാം വേർതിരിച്ചറിഞ്ഞ് അതിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടക്കണം അല്ലേ? ഈ വാദം എങ്ങനെയാണ് സയന്റിഫിക്കായിട്ട് ശരിയാവാം? ഇത് സയന്റിഫിക്കായിട്ട് ശരിയല്ല. ശാസ്ത്രം മാത്രമാണ് വിജ്ഞാന സമ്പാദനത്തിന്റെ മാർഗം എന്നത് സയന്റിഫിക്കായിട്ട് ശരിയല്ല. പക്ഷെ എങ്ങനെയാണത്? അതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഒരു പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള ചോദ്യ ഉത്തരം അല്ല, ഫിലോസഫിക്കൽ ആയിട്ടുള്ള മാർഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശാസ്ത്രത്തിന് ഒരിക്കലും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ പറ്റി തിരിച്ചറിയാൻ കഴിയില്ല, പഠിക്കാനോ പറയാനോ കഴിയില്ല. ഇല്ലല്ലോ. ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ, വികാരത്തെ പറ്റി ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? ഞാനിപ്പോ ദേഷ്യത്തിലാണോ, ഞാനിപ്പോ പിന്നെ അതോ വളരെ വിനയത്തോടെ ഇരിക്കുന്ന ആളാണോ എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ? ഇല്ല. ശാസ്ത്രത്തിന് ഒരുപക്ഷെ എന്റെ ഹോർമോണുകളെ പറ്റി പറയാൻ കഴിയും, പക്ഷെ എന്റെ വികാരത്തെ പറ്റി ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. സ്നേഹം, ഇഷ്ടം, ഇതൊന്നും ശാസ്ത്രത്തിന് പ്രകടിപ്പിക്കാൻ കഴിയില്ല അല്ലെ? ഒരിക്കലും പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒന്നും ചോദിക്കാം, ഗാന്ധിജി ജീവിച്ചിരുന്നോ? എങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാം? ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ശാസ്ത്രത്തിന്റെ പരിധിയല്ല അല്ലെ? ശാസ്ത്രം ഇതിനുള്ളതല്ല. ഗാന്ധിജി ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെന്നുള്ളത് ശാസ്ത്രമല്ല പറയേണ്ടത്. അത് ഈ ടെസ്റ്റിമോണിയൽ എവിഡൻസിന്റെ ബേസിൽ ആരാ പറയേണ്ടത്? ചരിത്രമാണ് പറയേണ്ടത്. അപ്പൊ ശാസ്ത്രത്തിന്റെ പരിധി അതല്ല, ശാസ്ത്രത്തിന്റെ വഴി അതല്ല, ശാസ്ത്രം അതിനുള്ളതല്ല. എന്നാലും ഉത്തരം, കുമാരനാശാൻ ഒരു നല്ല കവിയായിരുന്നോ? ആയിരുന്നോ? ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ തെളിയിക്കാം? നമുക്ക് പറയാം നല്ല കവിയായിരുന്നു എന്ന്, പക്ഷെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാം? ഇല്ല. അതിനുള്ളതല്ല ശാസ്ത്രം എന്നുള്ളതാണ്. അതുപോലെ ശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടാത്ത ഭൗതികമായ ഈ ലോകത്തിന് പുറത്തുള്ള ഒരു കാര്യം, അത് ശാസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല. അതുകൊണ്ട് ശാസ്ത്രം പറയേണ്ട ആവശ്യമില്ല, ശാസ്ത്രം അതിൽ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സയൻസിന്റെ ചില മാനദണ്ഡങ്ങളെ പറ്റി നമ്മൾ ആദ്യം ഒന്ന് അറിയണം. സയൻസ് അത് എന്തിൽ, പിന്നെ സയൻസിന്റെ ഒരു പരിധി, അതിന്റെ ലിമിറ്റേഷൻ എവിടെയാണെന്ന് നമ്മൾ അറിയണം. അത് രണ്ട് മൂന്ന് പോയിന്റ് ഞാൻ ചുരുക്കി പറയാം, നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ വളരെ ലൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ശാസ്ത്രത്തിന്റെ പരിധി നമ്മൾ അറിയണം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഭൗതികമായ ലോകമാണ് ശാസ്ത്രത്തിന്റെ ഒരു പ്രതലം അല്ലെ? മെറ്റീരിയൽ വേൾഡ് ആണ് ശാസ്ത്രത്തിന്റെ പ്രതലം. ഇതല്ലാത്ത ഒരു അഭൗതികമായ ലോകം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ലോകമല്ല. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ചോറ്, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ആ ചോറിന്റെ ഒരു വറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര പ്രോട്ടീൻ ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായി ലാബിൽ കൊണ്ടുപോയി തെളിയിക്കാൻ കഴിയും. എന്നാൽ ആ കഴിക്കുന്ന ചോറ് അത് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്നത് അതൊരു പുണ്യമാണെന്നുള്ളതും, ആ ചോറ് അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ അലക്ഷ്യമായി നിക്ഷേപിക്കുകയാണെങ്കിൽ അതൊരു പാപമാണ്, അത് മോശമാണ് എന്നും പറയാൻ ശാസ്ത്രത്തിന് കഴിയും? ഇല്ല. അത് ശാസ്ത്രത്തിന്റെ വഴിയല്ല, ശാസ്ത്രത്തിന്റെ പണി അതല്ല അല്ലെ? അപ്പോ ഇതാണ് ശാസ്ത്രത്തിന്റെ ഒരു വിഷയം. പക്ഷെ ഈ ആൾക്കാർ പറയുന്നത് ഇതും ശാസ്ത്രത്തോട് തന്നെ പറയണം എങ്കിൽ അത് ശരി. ധാർമ്മികതയും ശാസ്ത്രത്തിലൂടെ പറയുന്നതാണ് ഈ ആളുകൾ പറയുന്നത്. ശാസ്ത്രീയമായി ഈ സാധനം പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നതിന്റെ അപകടമാണ് ഈ പറഞ്ഞത്. ഒരു ഉദാഹരണം പറയാം. തെർമോമീറ്റർ ഉണ്ടല്ലേ, നമ്മള് പനി അളക്കുന്ന കക്ഷത്തൊക്കെ വെച്ച് നോക്കുന്ന തെർമോമീറ്റർ. ഈ തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ചൂട് അളക്കാനാണ്. ഈ ചൂട് അളക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം തെർമോമീറ്ററിൽ ചൂട് അളക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, പിന്നെ ഈ തെർമോമീറ്റർ കൊണ്ട് എനിക്ക് എന്റെ ശരീരത്തിന്റെ ഭാരം അളക്കണം എന്ന് തീരുമാനിക്കുന്നു, മനസ്സിലാലോചിക്കുന്നു. എന്നിട്ട് നേരെ പോയിട്ട് തെർമോമീറ്റർ എടുത്ത് ഒരു നിലത്ത് വെച്ച് അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുക. ഈ ചെറിയ സാധനം വെച്ചിട്ടേ മുകളിക്കുമ്പോൾ എന്തുണ്ടാവുക? അത് പൊട്ടും അല്ലെ? അപ്പൊ ഈ വ്യക്തിന്റെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താണ്, തെർമോമീറ്റർ വെച്ച് എനിക്ക് പിന്നെ എന്റെ ഭാരം അളക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല എന്നാരും തീരുമാനിച്ച അയാൾ എന്താ നമ്മൾ വിളിക്കാം? അന്തംഗമീന്നോ മണ്ടെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ? അതുപോലെയാണ് ഇത് അല്ലെ? ശാസ്ത്രം എന്നത് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ, ഭൗതികമായ ചില കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ്. അഭൗതികമായ കാര്യങ്ങൾ ആലോചിക്കാൻ ശാസ്ത്രത്തിന് പറ്റുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞ ലോജിക്ക് ഇതുപോലെയാണ് അല്ലെ? അത്രമേൽ ബാലിശമായ, ഒരു നിലയ്ക്കും ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ആളുകൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു വിഷയം. അതുകൊണ്ട് സ്നേഹം എന്നതോ അല്ലെങ്കിൽ പിന്നെ ഒരു വ്യക്തിക്ക് വേറെ വ്യക്തിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നൊരിക്കലും ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല. ഇഷ്ടമല്ല, ദേഷ്യമാണുള്ളത് എന്ന് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് ആ വ്യക്തിയുടെ ഹോർമോൺ എത്രത്തോളം ഉണ്ട്, ഡോപ്പമിൻ എന്ന ഹോർമോൺ, അതിന്റെ അളവ് ചിലപ്പോൾ ശാസ്ത്രീയമായിട്ട് അളക്കാൻ പറ്റും അല്ലെ? എന്നാൽ ആ ഹോർമോൺ കൂടുന്നതനുസരിച്ച് ഇഷ്ടം കൂടുന്നുണ്ടോ എന്ന് ആ ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല അല്ലെ? അതും ശാസ്ത്രത്തിന്റെ പരിമിതിയാണ്. ശാസ്ത്രത്തിന്റെ പരിമിതിയല്ല, പരിധിയാണ് അല്ലെ? ശാസ്ത്രത്തിന്റെ ഒരു കുറവല്ല അത്, ശാസ്ത്രത്തിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ശാസ്ത്രം അത്രേ ഉള്ളൂ, അതിനപ്പുറം എന്നുള്ളത് ശാസ്ത്രത്തിന്റെ ഡ്യൂട്ടി അല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം ശാസ്ത്രം പറയുന്നത് വെച്ചാൽ, ശാസ്ത്രം എന്നത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണ്. തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പഠന പ്രക്രിയയാണ് ശാസ്ത്രം. അതിനൊരു തുടർച്ച ഉണ്ടാവണം അല്ലെ? ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് മനസ്സിലായ ഉദാഹരണം പറയാം. എത്ര ഗ്രഹങ്ങളുണ്ട്? പ്ലാനറ്റുകൾ എത്ര ഉണ്ട്? ഉത്തരം പറയാം. ഞാൻ ചോദ്യം നേരെ പറയാം. പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണോ? പ്ലൂട്ടോ, നമ്മൾ മുമ്പ്
പണ്ട് കാലത്തൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും എന്ത്, പ്ലൂട്ടോ ആണ് അവസാനത്തെ ഗ്രഹം. ഇപ്പൊ പ്ലൂട്ടോ പ്ലാനറ്റ് ആണോ? അപ്പൊ അല്ല. കാരണം എന്താ? ശാസ്ത്രം വികസിച്ചപ്പോ, ശാസ്ത്രീയമായ ഗവേഷണമൊക്കെ കൂടി കൂടി ആസ്ട്രോഫിസിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്ത് നമ്മൾ തീരുമാനിച്ചു? പ്ലൂട്ടോയെ ഒരു ഗ്രഹത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒന്നല്ല പ്ലൂട്ടോ എന്ന് തീരുമാനിച്ചു. എന്ത് ചെയ്തു? പ്ലൂട്ടോയെ ഒഴിവാക്കി. ഇത് ശാസ്ത്രത്തിന്റെ ഒരു മേന്മയാണ് ശരിക്കും, അല്ലെ? ശാസ്ത്രത്തിന്റെ ഒരു മനോഹാരിതയാണ് അത് ബോധ്യപ്പെടുന്നത്. പ്ലൂട്ടോയെ പുതിയ കാല ഗവേഷണം വന്നപ്പോൾ പ്ലൂട്ടോയെ ഒഴിവാക്കേണ്ടി വന്നു. അതിന്റെ അർത്ഥം ശാസ്ത്രം വളരെ മോശമാണ്, പ്രാകൃതമാണ് എന്നൊന്നല്ല അതിന്റെ അർത്ഥം. ശാസ്ത്രം കാലികമായ പല മാറ്റങ്ങളും ശാസ്ത്രത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രീയമായി പുതിയ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ അതിന്റെ തെളിവുകളെ ശക്തിപ്പെടുത്താനാണ് കഴിയുന്നത്, അല്ലെ? ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞൊരു കോട്ട് ഉണ്ട്. അതായത് ഐൻസ്റ്റീൻ പറയാൻ, നോ എമൗണ്ട് ഓഫ് എക്സ്പെരിമെന്റേഷൻ ക്യാൻ എവർ പ്രൂവ് യു റൈറ്റ്, എ സിംഗിൾ എക്സ്പെരിമെന്റ് ക്യാൻ പ്രൂവ് യു റോങ്. എന്താ അർത്ഥം? ആൽബർട്ട് ഐൻസ്റ്റീനെ പറഞ്ഞിട്ടോ, നമ്മളാരോ അല്ല, മതവിശ്വാസികളൊന്നല്ല പറഞ്ഞത്. അതേ പറഞ്ഞത്, നോ എമൗണ്ട് ഓഫ് എക്സ്പെരിമെന്റേഷൻ ക്യാൻ എവർ പ്രൂവ് യു റൈറ്റ്. നിങ്ങൾ എത്ര കണ്ട് പരീക്ഷണം നടത്തിക്കോ, ഒരു 1000 പരീക്ഷണം നടത്തി വിചാരിച്ചു, അതിലൊക്കെ നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടി എന്ന് വെച്ചാൽ ആ പരീക്ഷണം അത് ശരിയായി പ്രൂവ് ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ എ സിംഗിൾ എക്സ്പെരിമെന്റ് ക്യാൻ പ്രൂവ് യു റോങ്. നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ പരീക്ഷണം മൊത്തം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. 1000 എണ്ണവും ഒരു പെട്ടെന്ന് മനസ്സിലായ ഉദാഹരണം പറയാം. ബ്ലാക്ക് സ്വാൻ അനലോഗി എന്ന് പറയാറുണ്ട്. എന്താ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതായത് ഞാനിപ്പോ അരയന്നങ്ങളെ പറ്റി പഠിക്കുകയാണ്. അരയന്നങ്ങളുടെ നിറത്തെ പറ്റി പഠിക്കുന്ന ഞാനിങ്ങനെ കുറെ അരയന്നങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്യാൻ മീൻസ് അവരെ നിരീക്ഷിച്ചു. അതിൽ 1000 അരയന്നങ്ങളെ ഞാൻ നോക്കി. 1000 അരയന്നങ്ങൾ നോക്കിയപ്പോൾ എല്ലാ അരയന്നങ്ങളും വെളുത്ത നിറമാണ്. 1000 എണ്ണത്തിനും വെളുത്ത നിറമാണ്. ഞാൻ തീരുമാനിച്ചു, ആ 1000 എണ്ണമൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ 1000 അരയണത്തിനും വെളുത്ത നിറമാണ്, അതുകൊണ്ട് എല്ലാ അരയന്നങ്ങൾക്കും വെളുത്ത നിറമാകുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് എഴുതി. ഇത് ശരിയാണോ? ഏതുവരെ ശരിയാവും? 1001ാമത്തെ ഒരു അരയന്നം ഒരുപക്ഷെ കറുത്ത അരയന്നാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാം തെറ്റിയില്ലേ? 1000 ചെയ്തതൊന്നും വേസ്റ്റ് ആയില്ലേ? വേസ്റ്റ് ആയി എന്നല്ല, ശാസ്ത്രത്തിന്റെ ഒരു മാറ്റം ഉണ്ടാവുന്നത് ഈ രൂപത്തിലാണ്. നമ്മൾ എത്ര കണ്ട് അതിനെ ശരിയാക്കാൻ ശ്രമിച്ചാലും ആ തെളിവുകൾ ശക്തിപ്പെടുമെന്നല്ലാതെ അതിന് ഹെൻസ് പ്രൂവ്ഡ് എന്ന് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല. മാത്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ, 1+1=2. അതല്ലേ മാത്സ്? അതാണ് മാത്സ്, ഹെൻസ് പ്രൂവ്ഡ്, കഴിഞ്ഞു. മാത്സിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും, കാരണം മാത്സിൽ ലോജിക് കൂടി ഉണ്ട്. ഈ പരീക്ഷണത്തിന്റെ ഒപ്പം തന്നെ ലോജിക് കൂടി ഉണ്ട്. എന്നാൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം അത് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സയൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ് ആണ്. അതുകൊണ്ട് ഒരു അൾട്ടിമേറ്റ് ഒരു അർത്ഥം മുറിച്ച സാധനം നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയില്ല. ഓക്കെ. വേറെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ ശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ശാസ്ത്രത്തിന്റെ പരിധികളെ പറയാം കേട്ടോ. ഒന്ന് പറഞ്ഞു, ശാസ്ത്രം ഭൗതിക ലോകത്ത് മാത്രം നിൽക്കുന്ന ഒന്നാണ്. രണ്ട്, ശാസ്ത്രത്തിന്റെ പരിധി എന്നുള്ളത് ശാസ്ത്രം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലേണിംഗ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മാറ്റം സംഭവിക്കാം. ആ മാറ്റം സംഭവിക്കുന്നത് പോസിറ്റീവായിട്ട് നമ്മൾ നോക്കി കാണണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ശാസ്ത്രം തന്നെ നിലകൊള്ളുന്നത് ചില നിഗമനങ്ങളുടെ ബേസിലാണ്. ശാസ്ത്രം കെട്ടിപ്പടുക്കപ്പെട്ടുള്ളത് ചില നിഗമനങ്ങളുടെ, ചില യുക്തികളുടെ ബേസിലാണ് ശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത്. ഇത് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ, ശാസ്ത്രം, ഈ യുക്തി എന്ന് വെച്ചാൽ ഫിലോസഫിയാണ് കേട്ടോ. ഫിലോസഫിയുടെ ബേസിലാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചില ആർഗ്യുമെന്റ്സിന്റെ ഒക്കെ ബേസിലാണ് എന്തുള്ളത്, ശാസ്ത്രം നിലകൊള്ളുന്നത്. അല്ലാതെ ശാസ്ത്രത്തിൻ്റെതായ അസ്തിത്വമൊന്നുമില്ല. അത് പറയാൻ കാരണം ഒരു 5 കാര്യങ്ങളുണ്ട്. ശാസ്ത്രം ചില നിഗമനങ്ങളുടെ ബേസിലാണെന്ന് പറയാനുള്ള 5 കാര്യങ്ങൾ. ഒന്ന്, ശാസ്ത്രത്തിന് സ്പേഷ്യൽ റെഗുലാരിറ്റി വേണം. എന്ന് വെച്ചാല് സ്ഥലത്തിന്റെ സ്ഥായിയായ സ്വഭാവം ശാസ്ത്രത്തിന് വേണം. മനസ്സിലായെന്ന് അറിയില്ല. ഇപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ ഇന്നൊരു സ്ഥലത്ത് വെച്ച് നമ്മളൊരു പിന്നെ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടു. മുകളിലേക്ക് ഇട്ട് എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അത് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയും, അല്ലെ? ഗ്രാവിറ്റി എഫക്റ്റോട് താഴേക്ക് വീഴും എന്ന് പറയും. ഇതേ പരീക്ഷണം നമ്മൾ ന്യൂയോർക്ക് പോയി നടത്തി. അവിടുന്ന് കല്ല് മുകളിലേക്ക് ഇട്ടാലും അത് താഴേക്ക് വീഴും എന്ന ഒരു നിഗമനത്തിന്റെ ബേസിലാണ് ശാസ്ത്രീയമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉള്ളത്, അല്ലെ? അതായത് ഗ്രാവിറ്റി എന്ന മുകളിലേക്ക് കല്ലിട താഴേക്ക് വീഴും എന്നുള്ള ആ ഒരു തിയറി ഉണ്ടല്ലോ, അത് യൂണിവേഴ്സലി എല്ലാ ഭാഗത്തും എന്തായിരിക്കും? അത് സ്പേഷ്യൽ വ്യത്യാസം അതിനുണ്ടാവില്ല എന്ന നിഗമനത്തോടെയാണ് നമ്മൾ എല്ലാ കണ്ടുപിടുത്തം നടത്തുന്നത്. അല്ലാതെ ഓരോ സ്ഥലത്തും പോയിട്ട് ന്യൂയോർക്കിൽ കല്ല് മുകളിൽ താഴെ വീഴുന്നുണ്ട്, ആഫ്രിക്കയിൽ പോയിട്ട് താഴെ വീഴുന്നുണ്ട്, ഇങ്ങനെ ഓരോ മുക്കുമൂലയും പോയി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അതിന്റെ ബേസിൽ കുറെ തിയറി ഉണ്ടാക്കുന്നു, ചില ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി തിയറി ആക്കി മാറ്റുന്നു, പരീക്ഷിക്കുന്നു. അത് പ്രൂവ്ഡ് ആണ്, നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? ഇതൊരു ബേസ് ആണ് ശാസ്ത്രത്തിന്റെ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കണം എങ്കിലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാവുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം ശാസ്ത്രം ബേസ് ചെയ്തിട്ടുള്ളത് ടെമ്പറൽ റെഗുലാരിറ്റിയാണ്. അതായത് കാലത്തിന്റെ സ്ഥായിയായ സ്വഭാവത്തിൽ ശാസ്ത്രം ബേസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ 1300 വർഷത്തിൽ ഈ കല്ല് മുകളിലേക്ക് ഇട്ടാൽ താഴെ വീഴുന്നതും 1500 വർഷത്തിന് മുകളിലേക്ക് താഴിട്ടാലും 1916 താഴിട്ടാലും 1947 താഴിട്ടാലും 2025 മുകളിലേക്ക് താഴിട്ടാലും ഒക്കെ കല്ല് താഴെ വീഴണം. അപ്പൊ പണ്ട് ചെയ്ത കാര്യങ്ങളും ഇന്ന് ചെയ്ത കാര്യവും 2030 ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അത് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിന്റെ പുറത്താണ് ശാസ്ത്രം നിലകൊള്ളുന്നത്. മനസ്സിലായിണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യം വെച്ചാല് ഗണിതശാസ്ത്രമാണ്, മാത്സിന്റെ ബേസിലാണല്ലോ സയൻസിലെ കുറെ കാര്യങ്ങളുള്ളത്, അല്ലെ? മാത്സിൽ ഇപ്പോ 1+1=2 ആണ്. സയൻസിലും ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മൾ എണ്ണം എടുക്കുന്നില്ലേ? ഗണിതശാസ്ത്രത്തിന് പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നില്ലേ? ഈ മാത്സ് 1+1=2 ആണെന്ന് ആരാ പറഞ്ഞു? സയൻസ് പറഞ്ഞിട്ടുണ്ടോ?
ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശാസ്ത്രം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു ലാബിലെടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് ബീക്കർ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് അതിന്റെ ഓരോ മൂല്യങ്ങൾ അളന്നെടുത്ത് ഇങ്ങനെ പറയണം അല്ലേ? പക്ഷെ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ പറയുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് 1+1=2. ഒന്നൊന്നും കൂട്ടിയ രണ്ട് തന്നെയാണ്. നമ്മൾ ഉറപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശാസ്ത്രീയമായ പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഗണിതശാസ്ത്രത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്രം അതിന് ബേസ് ഉണ്ടാക്കുന്നുണ്ട്. നാലാമത്തെ ഒരു കാര്യം കോസ് എഫക്ട് റിലേഷൻ ആണ്. അതായത് കാര്യകാരണ ബന്ധം എന്ന് പറയും. ഒരു പിന്നെ കാരണം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടായിരിക്കും അല്ലെ? അല്ല, ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ബന്ധത്തിന് പുറത്ത് തന്നെയാണ് ശാസ്ത്രീയമായ എല്ലാ പരീക്ഷണവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഡർ, ഒരു ക്രമം അതിനുണ്ടായിരിക്കും. പിന്നെ ക്രമം ഇല്ലാത്ത രൂപത്തിൽ എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായ സാധനങ്ങളാണോ? അല്ല. അത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കും, എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കും, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. പിന്നെ ഒരു ഓർഡർ ഉണ്ട്, ക്രമമുണ്ട്, ഒരു കാര്യകാരണ ബന്ധമുണ്ട്, കോസ് എഫക്ട് റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് പിന്നെ പറയുന്നത് സയൻസ് ആണോ? അല്ല. ചില ഫിലോസഫിക്കലായ ചില നിഗമനങ്ങളാണ്, നമ്മുടെ യുക്തിയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഈ യുക്തിയൊക്കെ ഉണ്ടാവും എങ്കിൽ മാത്രമേ ശാസ്ത്രം ശരിയാവൂ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി നമുക്കറിയാം പിന്നെ ശാസ്ത്രം ഒരുപാട് മുൻകഴിഞ്ഞ ടെസ്റ്റുകൾ അവലംബിക്കുന്നുണ്ട്. അതായത് ഇപ്പോ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതി അതിപ്പോ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാണോ? അല്ല, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ കെമിസ്ട്രി ബുക്കിലുള്ള ഒരു സാധനം ഞാൻ വായിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യും? ഞാൻ അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ശരിയാണല്ലോ, അത് അതുപോലെ വരുന്നുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഞാൻ എത്താണ്. അത് മുമ്പ് കഴിഞ്ഞ് ആരൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ടെസ്റ്റുകളുടെ ഒരു ഫൈൻഡിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ചെയ്താലും ശരിയായിരിക്കും. അപ്പൊ മുൻകഴിഞ്ഞ പല ടെസ്റ്റുകളിൽ പോലും അവലംബിക്കുന്ന രൂപത്തിലേ അതിന്റെ അർത്ഥം എന്താ? നേരത്തെ നമ്മൾ ജ്ഞാന സമ്പാദനത്തിന് 4 മാർഗങ്ങൾ പറഞ്ഞില്ലേ? അല്ലെ, നാലാമത്തെ മാർഗം എന്താണ്? ടെസ്റ്റിമോണിയൽ എവിഡൻസ് ആണല്ലേ? ഒരു അതോറിറ്റി, ഒരു വിശ്വസനീയമായ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെ? അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യുന്നത്. അതായത് കെമിസ്ട്രി ലാബിൽ കുറെ മുമ്പ് എന്റെ ടീച്ചറോ ഏതെങ്കിലും പ്രൊഫസറോ ആരോ കണ്ടുപിടിച്ച് പിന്നെ രേഖപ്പെടുത്തിയ ഒരു സാധനമുണ്ട്, ഇത് ഇതുപോലെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരു ടെസ്റ്റിമോണിയൽ എവിഡൻസ് ആയി ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും. ഞാനത് വിശ്വാസയോഗ്യമായ ഒരു സോഴ്സ് ആയതുകൊണ്ട് എന്റെ പാഠപുസ്തകത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ബാക്കി പഠനങ്ങൾ നടത്തുന്നത്. അല്ലാതെ എല്ലാം ആദ്യം ഒരു പണ്ട് കാലത്തുള്ള ഓരോ പഠനം നടത്തിയിട്ടാണോ വരുന്നത്? എന്റെ ചെറിയ കാര്യങ്ങൾ പഠിച്ച് 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 തുടങ്ങിയിട്ടാണോ ബാക്കി ഉണ്ടാവുന്നത്? അല്ല. എവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യണത് അല്ലെ? അപ്പൊ അതിനർത്ഥം ശാസ്ത്രവും ഈ പറഞ്ഞ ടെസ്റ്റിമോണിയൽ എവിഡൻസിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ശാസ്ത്രത്തിന് ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പില്ല എന്നതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതിന് പല ജ്ഞാനമാർഗങ്ങളുമായിട്ടൊക്കെ അവലംബിച്ച് പോകേണ്ടി വരും. അപ്പോ ഈ ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ പോലെ അവര് സയൻസിനെ തന്നെ റിഫ്യൂട്ട് ചെയ്യേണ്ടി വരും. സ്വയം അതിനെ അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. ശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതൊക്കെ അംഗീകരിച്ചാലേ ശാസ്ത്രം ശാസ്ത്രമായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോ അവരതിന് നിർബന്ധിതരാണ് എന്ന കാര്യവും നമ്മൾ അറിയണം. അതുപോലെ തന്നെ സയൻസിന് ചില മാനദണ്ഡങ്ങൾ കൂടി പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, സയന്റിഫിക് ആയിട്ട് നമുക്ക് ഒരു കാര്യം ശരിയാണെന്ന് പറയണമെങ്കിൽ അത് ഒബ്ജക്റ്റീവ് ആവണം. അതായത് അത് വസ്തുനിഷ്ഠമായിരിക്കണം. ശാസ്ത്രമാണ്. ഞാൻ ഒരു തിയറി പറയുകയാണെങ്കിൽ പിന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, അതിലൊരു സാധനം നമ്മൾ ഒരു നിയമം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ആ നിയമം വസ്തുനിഷ്ഠമായി അത് തെളിയിക്കപ്പെട്ട, അത് ഓരോരുത്തരും ഓരോന്ന് പറയുന്ന രൂപത്തിലുള്ള സാധനമായിരിക്കരുത്. ഒരു തിയറിയോ ലോ ഒക്കെ ആയിരിക്കണം അല്ലെ? അത് തോന്നുന്നത് പോലെ സബ്ജക്റ്റീവായി ഒരു വ്യക്തിക്ക് അനുഷ്ഠിതമായി ആ വ്യക്തി പറയുന്നതനുസരിച്ച് മാറുന്ന ഒന്നായിരിക്കരുത് ശാസ്ത്രം. അത് വസ്തുനിഷ്ഠമാവണം, ഒബ്ജക്റ്റീവ് ആവണം. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഫാൾസിഫയബിലിറ്റി ആണ്. അതായത് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഏത് വിഷയത്തെയും ഏത് കണ്ടുപിടുത്തങ്ങളെയും പിന്നെ റിഫ്യൂട്ട് ചെയ്യാൻ, അതിനെ ഖണ്ഡിക്കാൻ കഴിയണം. അതിനെങ്ങനെയൊക്കെ ഖണ്ഡിക്കാൻ കഴിയുമോ ഖണ്ഡിക്കാൻ കഴിയുന്ന രൂപത്തിൽ ശാസ്ത്രം വികസിക്കണം എന്നുള്ളതാണ് ഫാൾസിഫയബിലിറ്റി. ഇതൊരു വലിയ തിയറിയായിരുന്നു, വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു തിയറിയായിരുന്നു. ശാസ്ത്രീയമായി നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ടോ അതിനൊക്കെ നമുക്ക് ഖണ്ഡിക്കാൻ കൂടി കഴിയണം എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത. അത് വളരെ മനോഹരമാണ് ശരിക്കും. ഈ തിയറി പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് ഏഹ്, ഒരു തിയറി ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരുപാട് സാമ്പിളുകൾ വേണം അല്ലെ? എന്നാൽ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനോ ഒറ്റ സാമ്പിൾ മതി. നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ എന്തൊരു സാധനം മതി. ബ്ലാക്ക് സ്വാൻ അനലോഗി പറഞ്ഞല്ലോ. 1000 അറിയാനും കഴിഞ്ഞ് 1001 ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ പോയി ആ പറഞ്ഞ നിഗമനം തെറ്റിയില്ലേ? ഇതേപോലെ തന്നെ ഇപ്പൊ കോവിഡ് ബാധിക്കുന്ന എല്ലാവർക്കും പിന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊരാളങ്ങ് നിഗമനത്തിലെത്തി. കുറെ പേരെ കണ്ടപ്പോൾ നിഗമനത്തിലെത്തി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? റിഫ്യൂട്ട് ചെയ്യാൻ ഈ ഫാൾസിഫയബിലിറ്റി എന്ന ഒരു ഗുണം ശാസ്ത്രത്തിനോട് ഒരൊറ്റ തിയറി മതി, ഒരൊറ്റ സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി. എന്ത്? കോവിഡ് ബാധിച്ചിട്ടും ശ്വാസകോശത്തിന് പ്രശ്നമൊന്നുമില്ലാത്ത ഒരാളെ കാണിച്ചു കൊടുത്താൽ എന്ത് തെറ്റി? അത് നേരത്തെ പറയാൻ മൊത്തം തെറ്റി അല്ലേ? അങ്ങനെ ഫാൾസിഫയബിൾ ആയ, ഖണ്ഡിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ. അത് ശാസ്ത്രത്തിന്റെ ഒരു മനോഹാരിതയുടെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ ശാസ്ത്രത്തിന്റെ ഒരു മനോഹാരിത എന്നുള്ളത് പ്രഡിക്റ്റബിലിറ്റി ആണ്. പലതും പ്രഡിക്റ്റ് ചെയ്യാൻ ഭാവിയിലെ ഇപ്പൊ വെതർ നമ്മൾ കേട്ടിട്ടില്ലേ? വെതർ ടെലികാസ്റ്റ് നേരത്തെ നമ്മൾ പ്രവചിക്കാറുണ്ട് കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചനം നടക്കാറില്ല, അത് വേറെ കാര്യം. നടക്കുന്ന പല കാര്യങ്ങളും പറയാറുമില്ല. പക്ഷെ അതല്ല, പലപ്പോഴും നമുക്ക് ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ നമുക്ക് ഈ മേഘവും കാറൊക്കെ നോക്കി എന്ത് ചെയ്യാൻ പറ്റും? മഴയും മറ്റൊക്കെ പറയാൻ കഴിയും. അത് പ്രഡിക്റ്റബിലിറ്റി എന്ന ശാസ്ത്രത്തിന്റെ ഒരു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവട്ടോ എന്ന് പറയാൻ കഴിയുന്നത് ശാസ്ത്രത്തിന്റെ മനോഹാരിതയാണ്, ഒരു ഉപയോഗമാണ് അല്ലെ? നാലാമത്തെ ഒരു കാര്യം, ശാസ്ത്രീയമായ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു മാനദണ്ഡം എന്നുള്ളത് ആ ഡാറ്റ റെഗുലർ ആയിരിക്കണം. എല്ലാ സമയത്തും കാലത്തും ഒക്കെ റെഗുലർ ആയിട്ടുള്ള സാധനമായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ശാസ്ത്രീയമായ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ
പിന്നെ നാലെണ്ണം പറഞ്ഞു. ഒന്ന് ഒബ്ജക്റ്റീവ് ആവണം, അതായത് വസ്തുനിഷ്ഠമാവണം. രണ്ട് ഫാൾസിഫൈബിൾ ആണ്, അല്ലെങ്കിൽ ഖണ്ഡിക്കാൻ കഴിയുന്നതാവണം. മൂന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാവണം. നാല് റെഗുലർ ആയ കാര്യമാവണം. അഞ്ചാമത്തെ കാര്യം ഡാറ്റ അൺബയാസ്ഡ് ആവണം. എന്താ വെച്ചാല് നമ്മൾ ശാസ്ത്രീയമായിട്ട് കുറെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്നത്, പിന്നെ ഒരു ചില ഡാറ്റകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയെല്ലാം നമുക്ക് ആ പരീക്ഷണം കഴിയുന്നത് വരെ നമുക്ക് അൺബയാസ്ഡ് ആയിട്ടായിരിക്കണം ആ ഡാറ്റയെ നമ്മൾ നോക്കി കാണേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ഒരു ബയാസ് വരുന്നത്, ബയാസ് നമുക്ക് ചെയ്യുന്നതിൽ ഒരു പിഴവ് സംഭവിക്കുന്നത്, ആ പിഴവ് സംഭവിക്കുമ്പോൾ നമുക്ക് അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ആ എറർ വെച്ച് നമ്മൾ കൂട്ടേണ്ടി വരും അല്ലെ. ആ എറർ എന്നൊരു ഫാക്ടർ കൂടി നമ്മൾ അതിന്റെ കൂടെ കൂട്ടേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ മനുഷ്യന്മാരാണ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു, ഒരു സാധനത്തിന് ഇത്രത്തെ, പിന്നെ ഇപ്പൊ ഒരു ചോറ് വായിട്ട് എടുത്തിട്ട് ആ ചോറിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ചെയ്യണം. ഉദാഹരണം പറയാം കേട്ടോ. അപ്പൊ ചോറ് വാറ്റിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നോക്കുകയാണ്. ഒരു മനുഷ്യൻ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ആ മനുഷ്യൻ പോയിട്ട് നോക്കുമ്പോൾ അതിലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് പിന്നെ 100 ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഉറക്കം വന്നു, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് എന്തൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് കാറ്റും പൊളിച്ചൊക്കെ മഴയൊക്കെ വന്നു. അപ്പൊ ആ ടെസ്റ്റ് 100 എന്നുള്ളത് 50 മാറി. നമ്മൾ കണ്ടിട്ടില്ലേ? ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പല ലാബിലും പല റിസൾട്ട് കിട്ടുന്നത് കണ്ടിട്ടില്ലേ? അത് ലാബിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് അല്ലെ. അതിനർത്ഥം എന്താ? ഇങ്ങനെയുള്ള പല തെറ്റുകളും പിഴവുകളും അതിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ശാസ്ത്രീയമായിട്ട് നമുക്കൊരു സാധനം ശരിയെന്ന് പറയണോ, ഇങ്ങനത്തെ പിഴവുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെ. ശാസ്ത്രത്തിന്റെ ഒരു മാനദണ്ഡമാണത്. ഇതിന് വേറെ ഉദാഹരണം പറയാറുണ്ട്, ജെൻഡർ ബയാസ്. അത് പണ്ട് കാലത്തൊക്കെ പരീക്ഷണം കുറെ നടത്തിയിരുന്നത് പുരുഷന്മാരിലായിരുന്നു. പരീക്ഷണങ്ങളൊക്കെ, അതായത് ഇപ്പൊ ഒരു മരുന്നാണെങ്കിലും മരുന്ന് ആദ്യം ചെയ്യും നേരെ എലികളില്, പിന്നെ പന്നികളില്, കുരങ്ങന്മാരിലൊക്കെ പരീക്ഷിച്ചിട്ടൊക്കെയാണ് അത് നേരെ മനുഷ്യരിലേക്ക് എത്തുക അല്ലെ. ഇങ്ങനെ മനുഷ്യരിലേക്ക് എത്തി ടെസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെ അതിൽ ആദ്യം ടെസ്റ്റ് ചെയ്യുക കുറെ പുരുഷന്മാരായ ആളുകളിലായിരിക്കും, പിന്നെയാണ് സ്ത്രീകളിലേക്ക് പോവാം. അപ്പൊ എന്താ മനസ്സിലാവുന്നത്? പുരുഷന്മാരിൽ മൊത്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിതമായ ഡാറ്റ നമുക്ക് കിട്ടും. പക്ഷെ ഇതേ സാധനം സ്ത്രീകൾ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ജെൻഡർ ബയാസ് ഉണ്ടാവുന്നുണ്ട്. പുരുഷന്മാരുടെ സാധനം സ്ത്രീകളും അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കബിൾ ആവണം അല്ലെ. അതാണ് ശാസ്ത്രം. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവര് പുരുഷന്മാരിൽ കൊടുക്കുന്ന അതേ സാമ്പിൾ സ്ത്രീകൾക്കും കൊണ്ടേ കൊടുത്തു. അപ്പൊ ഒരു 10 ടെസ്റ്റ് പുരുഷന്മാരിലും 10 ടെസ്റ്റ് സ്ത്രീകളും ചെയ്തിട്ടായിരിക്കും അതിന്റെ നിഗമനത്തിലേക്ക് എത്തുക. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാവാത്ത രൂപത്തിലായിരിക്കണം ശാസ്ത്രം പോകേണ്ടത്. ഇങ്ങനെയാണോ ശാസ്ത്രം നമ്മുടെയൊക്കെ പോകുന്നത് എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ശാസ്ത്രത്തിന് ചില സൗന്ദര്യങ്ങളാണ്. ശാസ്ത്രം ഇങ്ങനെയൊക്കെയാണ് ശാസ്ത്രം. ഇതറിയാതെ ഈ ശാസ്ത്രത്തിനെ കൊണ്ട്, വളരെ ഭൗതികമായ പ്രപഞ്ചത്തെ മാത്രം പറയാൻ കഴിയുന്ന ഈ ശാസ്ത്രത്തെ കൊണ്ട് ദൈവത്തെയും ഖുർആാനെയും ഇതൊക്കെ നിങ്ങൾ തെളിയിച്ചാൽ മാത്രമേ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന വാദം എന്നത് തീർത്തും അബദ്ധജടിലമായ അന്തല്ലാത്ത വാദമാണെന്ന് നമുക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. എത്ര തന്നെ ചില ആളുകളൊക്കെ ശാസ്ത്രത്തിന് റെഫ്യൂട്ട് ചെയ്യുമെങ്കിലും, പിന്നെ ഈ മതത്തെ റെഫ്യൂട്ട് ചെയ്യുമെങ്കിലും, ശാസ്ത്രം മാത്രമാണ് ശരി എന്ന് പറയുമെങ്കിലും ഒക്കെ, ഈ ശാസ്ത്രീയ ഇവരൊക്കെ പറയുന്ന കാര്യം കേട്ടാൽ തോന്നും പലപ്പോഴും പിന്നെ എന്ത് ടെസ്റ്റ് ഉണ്ടെങ്കിലും അത് നേരെ പിന്നെ നാസ എന്ന് പറഞ്ഞ വലിയൊരു അവിടെ ഉദാഹരണം പറയാം കേട്ടോ. അമേരിക്കയിൽ നാസ ഉണ്ട്. അപ്പൊ നാസയിൽ വലിയൊരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ അകത്ത് കൊണ്ടിട്ട് നിങ്ങൾ ഈ സാധനം കൊണ്ട് ഇട്ടിട്ട് പുറത്തുനിന്ന് വരുമ്പോൾ സയൻസ് ഹെസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ആളുകൾക്ക് പറയുന്നതിന്റെ ഒരു ലോജിക്ക് നമുക്ക് തോന്നിപ്പോവാം പലപ്പോഴും. ഒക്കെ അങ്ങനെ ശാസ്ത്രീയമായിട്ട് പരീക്ഷയിലെ മനസ്സിലാവുള്ളൂ, അവരത് വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക്, തീരെ അന്തമില്ലാത്ത രൂപത്തിലേക്കാണ് ഈ ആളുകൾ പോവാ. ഇവരുടെ തന്നെ ഈ സയൻസ് ആണ് എല്ലാം എന്ന് പറയുന്ന ആളുകൾ തന്നെ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രമേ ഞാൻ പറയാം. ഒരു കഥ പറയാറുണ്ട്. എല്ലാവരും ഇവിടെ കേൾക്കണുണ്ടല്ലോ അല്ലെ. പിന്നെ ഒരു റെസ്പോൺസിബിൾ ഇട്ടാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഒരു കഥ പലപ്പോഴും പറയാറുണ്ട്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കാം. പിന്നെ ഇപ്പൊ നോക്കണ്ട, ക്ലാസ് കഴിഞ്ഞ് നോക്കിയാൽ മതി. JPL's ലക്കി പീനട്സ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കൗതുകകരമായ ഒരു വാർത്ത കാണാൻ കഴിയും. JPL's ലക്കി പീനട്സ് വെച്ചാല് പിന്നെ JPL എന്ന പിന്നെ ആ സ്ഥാപനത്തിന്റെ ലക്കി പീനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ഭാഗ്യമുള്ള കപ്പലണ്ടിയെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് കാണാൻ കഴിയുക. അത് പിന്നെ പണ്ട് 1960-കളിലൊക്കെയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് പിന്നെ നിസാർ എന്ന് പറയുന്ന നൈസാർ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നാസയും ISRO കൂടി ചേർന്ന് എന്ത് ചെയ്തു? ഒരു പ്രൊജക്ട് ഉണ്ടാക്കി. നാസ അമേരിക്കയുടെ ആണല്ലോ, ISRO ഇന്ത്യയുടെയാണ്. ഇപ്പൊ എന്ത് വെച്ചൊരു സംയുക്തമായ ഒരു പ്രൊജക്ട് ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്തു? അമേരിക്കയിലേക്ക് പോയി അവിടെ വെച്ച് കുറെ പരീക്ഷണങ്ങൾ നടത്തി. ഒരു റോക്കറ്റ് വിക്ഷേപണമായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് നൈസർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മെഷീൻ എന്നൊക്കെയാണ്. അപ്പോൾ അതില് ഈ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ പോയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ദൈവവിശ്വാസികൾ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവരെന്ത് വെച്ചാല് അവിടെ പോയപ്പോൾ കുറച്ച് തേങ്ങ കൊണ്ടാ പോയത്. തേങ്ങ തേങ്ങ എടുത്ത് ഈ സാധനം റോക്കറ്റ് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? പിന്നെ തേങ്ങ എടുത്ത് ഉടച്ചു. ഇതിന്റെ കാരണം കൂടി പറയുന്നുണ്ട്. പിന്നെ ഈ അവിടെ വിടാനുണ്ടായിരുന്ന റോക്കറ്റിന്റെ റോവർ എന്ന് പറയുന്ന മെഷീൻ കേട്ടിട്ടുണ്ടാവുന്നുണ്ട് അല്ലെ. റോവർ കഴിഞ്ഞ് പിന്നെ റേഞ്ചർ എന്ന മെഷീനൊക്കെ വന്നു. പണ്ട് അമേരിക്കയിൽ അത് വിട്ടിരുന്ന 1960-കളിലെ റോക്കറ്റുകളാണ്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഇന്നത്തെ പോലെ അല്ലല്ലോ, റോക്കറ്റുകൾ പലതും വിടും, പലതും ഫെയിൽ ആവും. ഇപ്പോ റേഞ്ചർ മിഷന്റെ 1 മുതൽ 7 വരെയുള്ള റോക്കറ്റുകളും മുകളിലേക്ക് വിട്ടു. ഒന്നും നടക്കണില്ല, എല്ലാം പോയി, ഫെയിലായി പോയി. അപ്പൊ അവസാനം ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയ ശാസ്ത്രജ്ഞന്മാര് കുറച്ച് മതവിശ്വാസികളായതുകൊണ്ടാണ് തീരുമാനിച്ചത്, പിന്നെ നമുക്ക് തേങ്ങ ഉടയ്ക്കാം. ദൈവവിശ്വാസികളാണല്ലോ, ഒരു തേങ്ങ എടുത്ത് ഉടച്ചു. അപ്പോ പിന്നെ അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ വെച്ചാല് ഇന്ത്യക്കാർ തേങ്ങ കുറച്ചില്ല, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് കരുതി അവരൊരു പിന്നെ ഒരു മനസ്സമാധാനത്തിന് 7 എണ്ണവും
പോയിട്ട് ആകെ തളർന്നിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അതിന്റെ ഫോട്ടോ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ കിട്ടും. ശാസ്ത്രജ്ഞന്മാർ ആകെ തല താഴ്ത്തി ഇങ്ങനെ പിന്നെ ചമ്മലോട് കൂടി ചെയ്യുന്ന പണി നടക്കുന്നില്ല, വിജയിക്കുന്നില്ല, അത് നിരാശയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ തേങ്ങ ഉടച്ചിട്ടെങ്കിലും ഒരു മനസ്സമാധാനം കണ്ടെത്തുന്നുണ്ട്. കാരണം ഈ തേങ്ങ ഉടച്ചാലെങ്കിലും സാധനം പൊങ്ങിയാലോ എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പൊ അമേരിക്കയിൽ ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ എന്താ വെച്ചാൽ അവരിലെ ഒരാള്, അതിന്റെ പേര് പിന്നെ ഡിക് വാനസ് എന്നാണ്. അദ്ദേഹം എന്താ വെച്ചാൽ ഈ സ്ട്രെസ് ഒന്ന് ഒഴിവാക്കാൻ, ആകെ ടെൻഷൻ അടിച്ചത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മനസ്സമാധാനത്തിന് വേണ്ടി വെച്ചാൽ കുറച്ച് കപ്പലണ്ടി എടുത്തു. ഇത് എല്ലാവർക്കും വിതരണം ചെയ്തു, എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ചൊരു സമാധാനത്തിന് ഈ കപ്പലണ്ടി കഴിച്ചോ എന്ന് പറഞ്ഞ് കപ്പലണ്ടി കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഈ കപ്പലണ്ടി കഴിച്ച ശേഷം ഈ റോക്കറ്റ് വിട്ടപ്പോൾ യാദൃശികമായ റോക്കറ്റ് പൊങ്ങി. റോക്കറ്റ് പോയി, അത് വിജയകരമായ ഒരു ദൗത്യമായി തീർന്നു. അള്ളാഹു അക്ബർ, അല്ലെ? അപ്പൊ ആളുകളൊക്കെ ചിന്തിച്ചത് കപ്പലണ്ടി നിന്നുകൊണ്ട് എന്ത് ചെയ്തു, റോക്കറ്റ് പോയി എന്ന ഒരു മിഥ്യയായ ഒരു ധാരണ അവരുടെയൊക്കെ മനസ്സിൽ വന്നു. ഇത് അവര് ശാസ്ത്രജ്ഞന്മാരാണല്ലോ, അവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല. കപ്പലണ്ടി കാരണമാണ് റോക്കറ്റ് പോകുന്നത് ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയല്ല പറയണത്. പക്ഷെ പിന്നീട് ഇതിന് ശേഷം കണ്ടത് പിന്നെ റേഞ്ചർ എട്ടാമത്തെ ഒറ്റ റേഞ്ചറാണ് പൊങ്ങിയത്, ഏഴോ എട്ടോ ആണ്. ഇത് കഴിഞ്ഞ് റേഞ്ചർ 9 വന്നു. പിന്നെ റേഞ്ചർ മാറി പുതിയ സാധനം അപ്പോളോ വന്നു. പല റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോഴും ഓരോ റോക്കറ്റ് പോകുമ്പോഴും ഒരു മനസമാധാനത്തിന് എന്ത് ചെയ്തു ഈ ശാസ്ത്രജ്ഞന്മാർ ഓരോ തവണയും, ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഓരോ തവണയും ഈ കപ്പലണ്ടി ഇങ്ങനെ തിന്നും. കപ്പലണ്ടി തിന്ന റോക്കറ്റ് വിജയിക്കുന്നതാണ് അവരുടെ ഒരു മിഥ്യയായ ധാരണ. ഒരു മനസമാധാനത്തിന് വേണ്ടി ആലോചിക്കണം. മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഒരു പരിമിതിയാണ് പറയുന്നത്. ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് ശാസ്ത്രമാണ് എല്ലാം എന്ന് പറയുന്ന ഈ ശാസ്ത്രജ്ഞന്മാരുടെ ചെയ്ത ഒരു പരിമിതിയാണ് ഈ പറഞ്ഞത്. മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സമാധാനം നമ്മൾ എന്താ ചെയ്യാം? ദൈവവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ എന്താ ചെയ്യാം? അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും, അല്ലെ? തവക്കുൽ ചെയ്യും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. എന്നാൽ ഈ ആളുകൾക്കോ അങ്ങനെ ഭരമേൽപ്പിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പീനട്ടുകളിൽ, കപ്പലണ്ടികളിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അവർ പല റോക്കറ്റും വിട്ടെന്നാണ് പറയുന്നത്. ഇത് മനുഷ്യന്റെ നൈസർഗികമായ ഒരു ചോദനയാണ്. ദൈവമുണ്ട് എന്നുള്ള ഒരു തെളിവാണ് ശരിക്ക് ഈ ഒരു മനസമാധാനത്തിന് പലതിനെയും ആശ്രയിക്കുന്നു എന്നുള്ളത്. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം. യൂറി ഗഗാറിനെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? ബഹിരാകാശത്തേക്ക് പോയ ആദ്യമായ വ്യക്തിയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പിന്നെ കസാക്കിസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ഈ സ്പേസ് സെന്റർ ഉള്ളത്. നമ്മൾ തുമ്പ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ പോലെ സ്പേസ് സെന്റർ കസാക്കിസ്ഥാൻ ഉള്ളത്. അവിടെ പോയപ്പോ അദ്ദേഹം സ്പേസിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബസ്സിലാണ് ഈ സ്പേസ് വെഹിക്കിളിലേക്ക് എത്തിക്കുന്നത്. ഒരു ബസ്സിൽ കൊണ്ടുപോയി. ഈ ബസ്സിൽ അവിടെ എത്തിച്ചതും ഇദ്ദേഹത്തിന് തണുപ്പാണല്ലോ. അപ്പോ തണുപ്പത് ഇതിലേക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. മൂത്രശങ്ക ഉണ്ടായി. മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ നേരെ പോയിട്ട് നേരെ സ്പേസ് സ്റ്റേഷനിൽ കയറാണ്. അപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റില്ല, ഈ പ്രയാസം ഉണ്ടാവും. അപ്പൊ ആ പിന്നെ ഇറങ്ങിയ അതിലേക്ക് എത്തിച്ച ആ ബസ് ഉണ്ടല്ലോ, ആ ബസ്സിന്റെ ഏറ്റവും ബാക്ക് സൈഡിൽ പോയിട്ട് അതിന്റെ ടയറിന്റെ ഭാഗം നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ മൂത്രമൊഴിച്ചു. കാരണം മനുഷ്യന്റെ ഒരു പ്രാഥമികമായ കർമ്മമാണ് മൂത്രം എന്നുള്ളത്. മൂത്രമൊഴിച്ചു. അങ്ങനെ ഇയാൾ സ്പേസ് ഷട്ടിൽ കയറിയിട്ട് തിരിച്ചു മുകളിലേക്ക് സ്പേസിൽ കുതിച്ചു. അങ്ങനെ പോയി അത് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നു. അപ്പൊ ഇദ്ദേഹം അവിടെ പോയി മൂത്രമൊഴിച്ചുകൊണ്ട് തന്നെ അടുത്ത തവണ സ്പേസിലേക്ക് പോകാൻ വിചാരിച്ച വ്യക്തി, അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി, ഇങ്ങനെ ഇദ്ദേഹം മൂത്രമൊഴിച്ചിട്ടല്ലേ മുകളിൽ കയറിയത്, ഞാനിപ്പോ അതേ സ്ഥലത്ത് തന്നെ മൂത്രമൊഴിച്ചേക്കാം എന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു, ഈ വ്യക്തിയും നേരത്തെ പറഞ്ഞ ഒരു മനസമാധാനത്തിന് പോയിട്ട് ആ ബസ്സിൽ ഇറങ്ങുന്നു, ബസ്സിന്റെ ഏറ്റവും ബാക്ക് ടയറിൽ പോയിട്ട് മൂത്രമൊഴിക്കുന്നു, സ്പേസിലേക്ക് പോകുന്നു. ഇങ്ങനെ ഇതിന് ശേഷം സ്പേസിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ വിചിത്രമായി ചെയ്തൊരു കാര്യമാണ് ബസ്സിന്റെ ബാക്ക് പോയി മൂത്രമൊഴിക്കുക. എത്രത്തോളം അറിയങ്ങള് പിന്നെ അങ്ങനെ സ്പേസിലേക്ക് പോകാൻ ഉപയോഗിച്ച സ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ, പരസ്യമായിട്ട് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അവർ ചെയ്തത് പിന്നെ അവരുടെ മൂത്രം ചില കുപ്പിയിലൊക്കെ ആക്കി വന്നിട്ട്, അവർക്ക് ഇതെങ്കിലും ചെയ്യണം മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് കേട്ടോ, മൂത്രം പുറത്തുനിന്ന് കുപ്പിയിലാക്കി വന്ന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ലെങ്കിൽ പോലും അവിടെ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിന്റെ ബാക്ക് ടയറിൽ കൊണ്ടുപോയി ഒഴിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഈ തവക്കുൽ ഇല്ലാത്തതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരായ ആളുകൾക്കാണ് പലപ്പോഴും, ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് ഇത്തരം ചില കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരം ആളുകൾ ഭരമേൽപ്പിക്കുക മിന്നലിനെ, അല്ലെങ്കിൽ ഒരു അമാനുഷികമായ ശക്തി എന്താണെന്ന് തോന്നുന്നത് അതിനൊക്കെയാണ് പലപ്പോഴും ഭരമേൽപ്പിക്കുന്ന. ദൈവത്തിന്റെ ചില ശക്തികളൊക്കെ, ഒരു മനസ്സമാധാനമൊക്കെ അവർക്ക് ഉണ്ട്, അവരിലൂടെ നമ്മൾ റിലേ ചെയ്യുകയാണെങ്കിൽ അവർ വിശ്വസിക്കാൻ നമുക്ക് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന ചില അബദ്ധങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ശാസ്ത്രം മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, ശാസ്ത്രത്തിന് അതിൻ്റെതായ പരിമിതി ഉണ്ട്, ശാസ്ത്രം ഭൗതികമായ കാര്യത്തിൽ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. ഇത് കേൾക്കുന്ന നമ്മൾ ദുറൂസുൽ അറബിയുടെ പഠിതാക്കളായിട്ടുള്ള 41 ആളുകൾ ഈ സെഷനിൽ കേൾക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല്, ഒന്ന്, ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ശാസ്ത്രം ശരി, നമുക്കറിയാം, ശാസ്ത്രം കുറെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം ഇതിൽ പറയുന്ന അതിന്റെ ഇസ്ലാമിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ പലപ്പോഴായി ആവർത്തിച്ച് കേട്ടുള്ള ആയത്താണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫി ലൈലി വനഹാരി ലആയാതുൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. എന്തിൽ? ഈ ആകാശങ്ങളും ഭൂമിയൊക്കെ മാറി മാറി വരുന്നതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത് ഖുർആൻ നമ്മളോട് ചിന്തിക്കാനും, അഫല യൻദുറൂന ഇൽ ഇബ്ലി കൈഫ ഖുലിഖത്തിലെ, പിന്നെ ഭൂമിയെയും ആകാശത്തെയും ഒട്ടകത്തൊക്കെ നിങ്ങൾ നിരന്തരം നോക്കുക, പഠിക്കുക എന്നൊക്കെ ഖുർആൻ പറയുന്നതിനാ. നമ്മൾ അതിലേക്ക് നോക്കി പഠിക്കണം, പ്രപഞ്ചത്തെ കണ്ടെത്തണം, അതിലൂടെ ചില ചോദനകൾ, ചില ഉൾക്കാഴ്ചകൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന് ബോധപൂർവ്വം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഇത് ചിന്തിക്കാതെ പലപ്പോഴും ഇന്നത്തെ കാലത്തെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സയൻസ് എന്നുള്ള വിഷയത്തിൽ നമ്മളൊക്കെ എത്രത്തോളം ജ്ഞാനമുള്ള ആളുകളാണ്. നമ്മളെ ഉദ്ദേശിച്ചത് പിന്നെ
വളരെ സാധാരണക്കാരനായ ഒരു മുസ്ലിം യുവാവ്, ഒരു കാക്ക, ഒരു താത്ത, വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ഒരു താത്ത. ആ താത്താക്ക് സ്വാഭാവികമായിട്ടും വളരെ പ്രായമുള്ള ഒരു താത്തനെ അയച്ചാൽ പറ്റും, നിങ്ങൾ വിദ്യാഭ്യാസ കുറവുള്ള ഒരു താത്ത. വാട്സപ്പിലൂടെ കിട്ടുന്ന ഒരു വീഡിയോ ശാസ്ത്രമാണ് എന്ന് ഇസ്ലാമിന്റെ ശാസ്ത്രീയത ബോധ്യപ്പെടുത്താൻ ഈ താത്ത ചെയ്യുന്നതാണ്. പലപ്പോഴും വാട്സപ്പിലൂടെ കിട്ടുന്ന ഏതോ ഒരു ആകാശത്തിന്റെ വീഡിയോ, ഒരു 30 സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. ആ വീഡിയോയിൽ ആകാശത്തിന്റെ മേഘം ഇങ്ങനെ മാറി മാറി വന്ന് ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഷേപ്പ് ഒക്കെ മാറി മാറി ഇങ്ങനെ വന്ന് അള്ളാഹു എന്ന് മേഘം എഴുതി കഴിഞ്ഞാൽ മാഷാ അള്ളാ, ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു ഉണ്ട് എന്ന് ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ ഇതാണ് ഏറ്റവും വലിയ തെളിവെന്ന് ആ താത്ത വിചാരിക്കുകയാണ്. ഇന്ന് എന്ത് ചെയ്യും ഈ താത്ത? ഇത് 10 ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്താൽ നമുക്ക് അതുണ്ട് ഇതിനൊക്കെ പറഞ്ഞ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ ശാസ്ത്രീയമായ അവബോധം. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം പിന്നാമ്പുറത്താണ് നമ്മളുള്ളത്. ഞാൻ അത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് ഏറ്റവും വലിയ അള്ളാഹുവിനെ തെളിയിക്കാനുള്ള ഒരു മാർഗമാണ് അള്ളാഹുവിന് വേഗത്തിൽ എഴുതുക, അല്ലെങ്കിൽ വെള്ളം അങ്ങനെ പോകുമ്പോൾ അതിന്റെ രേഖ അങ്ങനെ മാറിപ്പോകും എന്നൊക്കെ പല അബദ്ധമായ ചില കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുന്ന അതിന്റെ ആളുകളായിട്ട് മാറുന്ന ഒരു പ്രശ്നമുണ്ട്. വേറൊരു അപകടം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം, മുസ്ലിം സഹോദരന്റെ ഒരു പ്രശ്നം പറയുന്നത്, ശാസ്ത്രീയമായിട്ട് പല കണ്ടെത്തലുകളും മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് പല കണ്ടെത്തലുകളും നടന്നിട്ടുണ്ട് അല്ലെ. ഇപ്പോ സ്പേസിലേക്കുള്ള കാര്യങ്ങൾ, പല പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളുണ്ട്. ഇങ്ങനെ പല പല പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ചില മുസ്ലിങ്ങളൊക്കെ പറയാൻ വെച്ചാൽ, ഇതൊക്കെ നമ്മുടെ ഖുറാനിൽ എന്നുള്ളതാ, നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങൾ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പലതിനെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അതായത് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാനോ വായിക്കാനോ ഒന്നും ശ്രമിക്കാതെ ഇതൊക്കെ ഞങ്ങളെ ഖുറാനിൽ എപ്പോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ നിരീശ്വരവാദികൾ ഇപ്പൊ കിട്ടിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്ന, അവര് ചെയ്ത എഫേർട്ടിനെ മൊത്തം ഇല്ലാതാക്കുന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്ത കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളോടുള്ള കൽപ്പനയല്ലേ. നമ്മൾ ഇത്തരത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ശാസ്ത്രീയമായി നമ്മുടെ പഠനങ്ങൾ ഗവേഷണം ഒക്കെ ഉണ്ടാവണം, നിരീക്ഷിക്കണം, പഠിക്കണം, കാണണം, പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ. ഇതൊന്നും ചെയ്യാതെ അവർ ചെയ്ത കാര്യത്തിന് അതൊക്കെ ഞങ്ങളെ ഖുറാൻ നേരത്തെ ഉണ്ട്, ഞങ്ങൾ അതിന്റെ ആൾക്കാരാ എന്നിങ്ങനെ മിഥ്യയായി പറഞ്ഞു നടക്കുന്ന ഒരു ശീലവും മുസ്ലിങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വലിയ പാരമ്പര്യത്തിന്റെ ആളുകളാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. ആലോചിച്ച് നോക്കേണ്ടത്, നമ്മൾ എന്ന ഒരു മുസ്ലിം ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണുന്ന പല രൂപത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങൾ, പല പല ഇൻവെൻഷൻസ് നമ്മൾ ഉണ്ടാവില്ലേ. ഇപ്പൊ ലൈറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാ? അല്ലെ, 2015 യുനെസ്കോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയിക്കൊണ്ട് ആചരിച്ചത്. ഇബ്നു ഹൈത്തമാണ് ലൈറ്റിന്റെ പിതാവ്, ലൈറ്റിന്റെ പഠനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആലോചിച്ച് നോക്കണം, ഇബ്നു ഹൈത്തം പോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇബ്നു സീന മെഡിക്കൽ സയൻസിൽ ഒരുപാട് സേവനം ചെയ്ത വ്യക്തി, ഇതുപോലെ ജോമെട്രി, അൽഗോരിതം തുടങ്ങി പല കാര്യങ്ങളിലും ഹവാരിസ്മി പോലുള്ള പല ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് സെർച്ച് ചെയ്ത ഒരുപാട് വീഡിയോസ് കിട്ടും. പക്ഷേ BBC പോലും ഡോക്യുമെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സാധനമാണത്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ പാരമ്പര്യത്തിൽ ഉടമകളാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ നമ്മുടെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പലപ്പോഴും ഈ ചെറിയ ചില കാര്യങ്ങൾ ഒതുക്കി നിർത്തുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഇനി വേറെ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ശാസ്ത്രീയമായ ഒരു സംഗതി കണ്ടെത്തിയാലേ നമ്മൾ പ്രാമാണികമായിട്ട് വിശ്വസിക്കാൻ പറ്റൂ എന്നതല്ല. അങ്ങനെ ഒരു അർത്ഥം ഇതിനില്ല. നമ്മൾ നമ്മുടെ കണ്ടെത്തലുകളും പഠനങ്ങളൊക്കെ നടത്തണം. മെഡിക്കൽ സയൻസിൽ ഒരു ഡോക്ടറായ ഞാൻ എന്താ വെച്ചാൽ മെഡിക്കൽ സയൻസ് നന്നായി പഠിക്കണം. ഇതിലൂടെ കുറച്ചുകൂടി നമുക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റിയും അള്ളാഹുവിന്റെ ഒരു കഴിവിനെ പറ്റിയൊക്കെ ബോധ്യം നമുക്ക് കിട്ടണം. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ കിട്ടണം, ഉൾക്കാഴ്ചകൾ കിട്ടണം അല്ലെ. അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ അത് നമ്മളെ സഹായിക്കണം എന്ന രൂപത്തിലാണ് നമ്മുടെ പഠനങ്ങൾ പോകേണ്ടത്. പക്ഷേ ചില ആളുകൾക്ക് പറ്റിയ വേറൊരു അബദ്ധം കൂടി പറയാം. ഹദീസുകളെ അല്ലെങ്കിൽ പ്രമാണങ്ങളെ അതിനെ സ്വീകരിക്കേണ്ടത് പോലെ സ്വീകരിക്കാതെ അതും ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയെങ്കിലേ ഞാൻ സ്വീകരിക്കുന്നു പറയുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥയാണത്. ആലോചിച്ച് നോക്കേണ്ടത്, സ്വഹീഹാണ് എന്ന് 100% ഉറപ്പുള്ള ഹദീസുകളെ പോലും സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അത് നമുക്ക് തിരിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന വളരെ പ്രാമാണികമായിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലുള്ള ഹദീസുകൾ. ഇപ്പോ ഹദീസാണ്, അത് പ്രമാണമാണ് എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അതിനെ ശാസ്ത്രീയമാണോ എങ്കിലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ഒരു അപകടവും ചില വിഭാഗം മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് കാണാറുണ്ട്. ഇതും നമുക്ക് ചേർന്ന ശീലമല്ല. ഒരു സംഗതി ഇസ്ലാമികമായിട്ട് പ്രമാണമാണോ, അത് ഒരു ശാസ്ത്രം വേണ്ട, ഒരു ശാസ്ത്രം വേണ്ട, ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞാലോ ഇല്ലെങ്കിലോ ഒന്നും നമുക്ക് വിഷയമല്ല. കാരണം നേരത്തെ പറഞ്ഞില്ലേ, സയൻസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചിലപ്പോൾ ഇന്ന് പറഞ്ഞ സാധനമല്ല നാളെ പറയാം, മാറ്റി പറയും, പുതിയ കണ്ടുപിടുത്തം വരുമ്പോൾ മാറ്റി പറയും. അങ്ങനെയാണ് സയൻസ്. അപ്പൊ സയൻസ് പറയുന്നത് അല്ല നമ്മൾ അൾട്ടിമേറ്റ് നമ്മൾ ആത്യന്തികമായിട്ട് വിശ്വസിക്കേണ്ടത് സയൻസ് അല്ല. ഇന്നത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടോ സയൻസ് സയന്റിഫിക് നമുക്ക് നോക്കാം, പരീക്ഷിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആത്യന്തികമായി വിശ്വസിക്കേണ്ടത്, നമ്മൾ വിശ്വാസികൾ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സംശയം വേണ്ട. അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ അവിടെ നിൽക്കണം അല്ലെ. നമ്മൾ കേട്ടിട്ടില്ലേ ഇസ്രാ മിറാജ് യാത്ര? ഇസ്രാ മിറാജ് യാത്ര എന്നുള്ളത് ഇസ്രാ നമുക്കറിയുണ്ടാവും. പ്രവാചകൻ സ്വലമ മക്കയിലെ മസ്ജിദ് ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്തു എന്നും അവിടുന്ന് 7 ആകാശവും കടന്ന് തിരിച്ച് ഭൂമിയിലേക്ക് എത്തി എന്നും പറയുന്ന ആ വാർത്ത ഒറ്റയടിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലെ. അവിടുത്തെ മക്കയിലെ മുസ്ലിക്കുകളൊക്കെ അതിന് വലിയൊരു കാരണമായിട്ട് എടുത്തു. എല്ലാവരും പറഞ്ഞു നടന്നില്ലേ,
പിന്നെ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങളുടെ റസൂൽ, നിങ്ങളൊക്കെ വിശ്വസ്തരാണെന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലേ? പിന്നെ ഒരു രാത്രി കൊണ്ട്, പിന്നെ ഒരു മാസം വഴിദൂരമുള്ള ആ ഫലസ്തീനിലേക്ക് ഒരു രാത്രി കൊണ്ട് പോയതും അവിടുന്ന് 7 ആകാശം കൊണ്ട് എത്തിയെന്ന റസൂൽ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ റസൂൽ ഒരു സാഹിറാണ്, ഒരു മജ്നൂനാണ്, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്നിങ്ങനെ പറഞ്ഞ് റസൂലിനെ പറ്റി കിംവദന്തി ഇങ്ങനെ പറഞ്ഞു നടക്കാണ് മക്കയിൽ ആ ദിവസം രാവിലെ. അപ്പോൾ ഈ വാർത്ത അവസാനം ആരിലേക്ക് എത്തി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് എത്തിയില്ലേ? അബൂബക്കർ റളിയല്ലാഹുവിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം എന്താ ചോദിച്ചത്? ആ, ഇങ്ങനെ ഒരു വാർത്തയൊക്കെ പറയണ്ട അബൂബക്കർ, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ റസൂൽ ഒരു ഭ്രാന്തനാണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, ചോദ്യം എന്താ? ഇത് റസൂൽ പറഞ്ഞതാണോ? ഇന്നി ല ഉസ്വദ്ദിഖഹു. റസൂൽ പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്തി. ഇനി അപ്പുറം ഒരു ശാസ്ത്രീയ പഠനമോ ഗവേഷണം എനിക്ക് ആവശ്യമില്ല. ഇതുപോലെ ആയിരിക്കണം ഹദീസുകളോടും പ്രമാണങ്ങളോടും നമ്മുടെ സമീപനം. സ്വഹീഹാണോ, അത് പൂർണ്ണമായിട്ടും നിജസ്ഥിതി അതിനുണ്ടോ, നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അത് ഏത് ശാസ്ത്രം ഉണ്ടെങ്കിലും വലിയ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ആ വിഷയത്തിലൂടെ നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള അവസാനത്തെ കാര്യം എന്നുള്ളത് നേരത്തെ ആമുഖത്തിലൂടെ സൂചിപ്പിച്ചതാണ്. ലിബറലിസം എന്നത് പുതിയ കാലത്തെ നമുക്ക് വേണ്ട, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശാസ്ത്രീയമായി പിൻബലം കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ശാസ്ത്രമാത്രവാദം, അത് കേവലം ലിബറൽ ചിന്തകളെ പ്രായോഗികമാക്കാനുള്ള ഒരു അടവ് ഉഡായിപ്പ് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുതിയ കാലത്തെ ലിബറലിസത്തിനുള്ള അവർ കണ്ടെത്തുന്ന ഒരുപാട് ന്യായങ്ങളിൽ ഒരു ന്യായം മാത്രമാണ് ഈ ശാസ്ത്രമാത്രവാദം. അതുകൊണ്ട് ശാസ്ത്രം മാത്രമല്ല എല്ലാം. ശാസ്ത്രത്തിന്റെതായ ഭൗതിക ലോകവും അതിന്റെ ഭൗതിക പ്രപഞ്ചവും പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ ഉണ്ട്. അത് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു സംഗതിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശാസ്ത്രമല്ല ജ്ഞാന സമ്പാദനത്തിന്റെ എല്ലാ വഴിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വിശ്വാസികൾ നിലയ്ക്ക് നമ്മുടെ പ്രമാണങ്ങളാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. അതിനെ നമുക്ക് കൂടുതലായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പല രൂപത്തിലുള്ള ഗവേഷണങ്ങൾ ചെയ്യാം. ശാസ്ത്രീയമായിട്ട് മാത്രമല്ല, നമുക്ക് ലോജിക്കലായി ചിന്തിക്കാം, പല നമ്മുടെ ഇൻഡ്യൂഷനായിട്ട് നമുക്ക് സ്വമേധയുള്ള അറിവുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പല രൂപത്തിലും അതിനെ നമ്മൾ ആലോചിക്കുക, പഠിക്കുക, കൂടുതൽ ദൈവത്തിലേക്ക്, അള്ളാഹുലേക്ക് നമ്മൾ അടുത്ത് മനസ്സിലാക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശാസ്ത്രമാത്രവാദം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നതിനർത്ഥം ശാസ്ത്രം മൊത്തം മോശമാണെന്നോ ശാസ്ത്രമില്ലാത്ത ഒരു ലോകമാണ് നമുക്ക് വേണ്ടതോ എന്നതല്ല. മറിച്ച് ശാസ്ത്രത്തെ നമ്മൾ കൂടെ പിടിക്കണം. അതൊപ്പം അത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ കർമ്മത്തെയും ആചാരങ്ങളെയും ഒക്കെ നമുക്ക് ഒരിക്കലും കൈമോശം സംഭവിക്കാത്ത രൂപത്തിൽ അതിനെ ഏറ്റവും ചിട്ടയായി കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ രൂപത്തിൽ നമ്മുടെ ശാസ്ത്രീയമായ പഠനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്, നമുക്ക് ബഹുമാന സുഹൃത്ത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് വളരെ വ്യക്തമായി ശാസ്ത്രമാത്രവാദം എന്നൊരു വിഷയത്തെ നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് തരുന്നൊരു ക്ലാസ്സാണ് അൽഹംദുലില്ലാ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ദുറൂസുൽ അറബിയുടെ മുൽത്തഖകളിൽ ഇത്തരം വൈജ്ഞാനികമായ ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഈ വിഷയങ്ങളിലൊക്കെ ഒരു ബസീറത്തുള്ള ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറാൻ വേണ്ടി തന്നെയാണ്. കൂടുതൽ പഠനങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, വിസ്ഡം യൂത്തിൻ്റെ ഡയലോഗ് പ്രോഗ്രാമുകൾ ഈ വിഷയത്തിൽ വളരെയേറെ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനൊക്കെ ഒത്ത് അതിൽ അല്പാൽപമായി കേട്ട് ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുള്ള ചർച്ചകളും ആധുനിക കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളൊക്കെ ഒരു മുസ്ലിം എന്ന നിലയിൽ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചു തന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിന് ദുറൂസുൽ അറബിയ ടീമിൻ്റെ പ്രകാരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുവരെ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുത്ത, ഇതുവരെ സാഗൂതം ശ്രദ്ധിച്ച് വിഷയങ്ങളൊക്കെ പഠനാർഹമായ രീതിയിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംഗമം ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.